ഹായ് കൂട്ടുകാരെ, ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന നോവലിൻ്റെ 8ാമത്തെ ഭാഗമാണ് നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത്. ഇതിനു മുൻപുള്ള ഭാഗങ്ങൾ കേട്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സന്ദർശിച്ച് അത് കേട്ടതിന് ശേഷം ഇത് കേൾക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ ആദ്യമായി കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. അവൻ പാഞ്ഞു ചെന്ന് കുതിരാലയത്തിൽ കയറിയിട്ട് അതിൻ്റെ വാതിലടച്ചു. പിന്നീട് അതിനപ്പുറത്തെവിടെയോ ഒരു വാതിൽ തുറക്കുന്നതും അടയ്ക്കുന്നതും കേട്ടു. അപ്പോൾ പ്രൊഫസർ മൗനം ഭഞ്ജിച്ചു. പ്രിയപ്പെട്ടവരെ, അവൻ വലിയ വീമ്പിളക്കിയതൊന്നും കാര്യമാക്കണ്ട. സത്യത്തിൽ അവൻ നമ്മെ ശരിക്കും ഭയപ്പെടുന്നുണ്ട്. നൂറ്റാണ്ടുകളായി അവൻ തുടരുന്ന ജൈത്രയാത്രയിൽ ഇതാദ്യമായിട്ടാണ് അവന് എതിരാളികളെ നേരിടേണ്ടി വരുന്നത്. നാം വിഡ്ഢികളല്ലെന്നും ഒരു രക്തരക്ഷസിനെ എങ്ങനെ നേരിടണമെന്ന് പഠിച്ച് ഒരുങ്ങി അതിനുള്ള തയ്യാറെടുപ്പുകളുമായിട്ടാണ് വന്നിരിക്കുന്നതെന്നും അവന് ശരിക്കും മനസ്സിലായി. വലിയ അങ്കലാപ്പിലാണവൻ. വെറും ഭീരുവായ അവനെ അങ്ങനെ വിടാൻ പാടില്ല. അവൻ പോയ വഴി നിങ്ങളൊന്ന് പരിശോധിക്കണം. വേഗം ചെല്ലുക. ആർത്തറും ഞാനും ക്വിൻസിയും കൂടി അവൻ പോയ വഴിയെല്ലാം പരിശോധിച്ചു. പക്ഷേ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. മടങ്ങിയെത്തിയ ഞങ്ങൾ കണ്ടത് പ്രൊഫസർ അവിടെയെല്ലാം വീണ്ടും പരിശോധിക്കുന്നതാണ്. അവൻ്റേതായ ഒരു വസ്തുവും ഇവിടെ ബാക്കി വയ്ക്കരുതെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ കണ്ട കടലാസുകളെല്ലാം തീയിട്ട് നശിപ്പിച്ചു. അവൻ്റെ പോക്കറ്റിൽ നിന്നും വീണുപോയ സ്വർണ്ണ നാണയങ്ങൾ പെറുക്കി സ്വന്തം പോക്കറ്റിലിട്ടു. അപ്പോഴേക്കും സന്ധ്യയാകാറായിരുന്നു. ഇനി അവനെ നേരിടാൻ പറ്റിയ സമയമല്ല. അതുമല്ല, മീനയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. ഞങ്ങൾ എത്തുമ്പോൾ മീന ഞങ്ങളുടെ വിജയാട്ടഹാസം കേൾക്കാൻ ആശിച്ച് വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മൂകവും നിരാശാഭരിതവുമായ മുഖങ്ങൾ കണ്ടപ്പോൾ അവളൊന്ന് വിളറി. പൊടുന്നനെ ആ ഭാവം മാറി. ഉത്സാഹഭരിതയായി അവൾ ഞങ്ങളെ അത്താഴത്തിന് ക്ഷണിച്ചു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നെങ്കിലും പൂർണ്ണ തൃപ്തിയോടെ ആഹാരം കഴിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം യുദ്ധത്തിലെ അന്തിമ വിജയം ഇപ്പോഴും അകലെയാണെന്ന ചിന്ത തന്നെ. അത് മനസ്സിലാക്കിയെന്നോണം മീന ഉത്സാഹഭരിതയായി പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇന്ന് നന്നായി പൊരുതി കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ അവളുടെ അറിവിലേക്കായി അന്ന് നടന്നതെല്ലാം ഞങ്ങൾ സവിസ്തരം അറിയിച്ചു. ജോനാഥനാണ് ഡ്രാക്കുളയെ ആദ്യം തന്നെ ആക്രമിച്ചതെന്ന് കേട്ടപ്പോൾ അവൾ ഭയം കൊണ്ട് വിറച്ചു. പെട്ടെന്ന് ഭർത്താവിനെ വലിച്ചടിപ്പിച്ച് ശക്തിയായി പുണരുകയും ചെയ്തു. പിന്നീട് അവൾ ഒരു ആത്മീയജ്ഞാനിയെപ്പോലെ സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ദൗത്യം പൂർണ്ണമായി നിറവേറ്റാതെ പിന്മാറില്ല എന്നെനിക്കറിയാം. ഒരു തരത്തിൽ അവനെ നശിപ്പിക്കുകയാണെങ്കിലും അവന് നിങ്ങൾ നൽകുന്നത് ആത്മീയമായ അനശ്വരതയാണല്ലോ. അത് തീർച്ചയായും ഒരു പുണ്യകർമ്മമാണ്. ലൂസിയുടെ ഗതികിട്ടാത്ത പ്രേതത്തിന് ആത്മീയ വിശുദ്ധി സമ്മാനിച്ചതുപോലെ ഈ രക്തദാഹിക്കും മോക്ഷം നൽകാൻ എത്രയും വേഗം നിങ്ങൾക്ക് കഴിയട്ടെ. ശാന്തഭാവത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് അവളത് പറയുമ്പോൾ ജോനാഥൻ അരിശം കൊണ്ട് പല്ലുറുമുകയായിരുന്നു. അവളുടെ നെറ്റിയിൽ ഡ്രാക്കുള സമ്മാനിച്ച മുറിപ്പാടിലാണ് ജോനാഥൻ അപ്പോൾ തറപ്പിച്ചു നോക്കിയിരുന്നത്. അയാൾ ഗർജിച്ചു, ആ ദുഷ്ടന് മോക്ഷമോ? അവനെ ഞാൻ നിത്യനരകത്തിലേക്ക് എറിയും. അപ്പോഴും വികാരം കൊള്ളാതെ ശാന്തയായി മീന പറഞ്ഞു, അരുത്, അങ്ങനെയൊന്നും പറയരുത്. അയാൾക്ക് മോക്ഷം ലഭിക്കുന്നതിലൂടെ അനേകം ദുരാത്മാക്കളും രക്ഷ പ്രാപിക്കും. അങ്ങനെയല്ലേ പ്രൊഫസർ? ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. അവൻ്റെ സ്പർശനമേറ്റതിൻ്റെ ഫലമായി ഞാനും അവനെപ്പോലെയായി എന്ന് സങ്കല്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവെ, അങ്ങ് എങ്ങനെയാവും എൻ്റെ ആത്മാവിനോട് പെരുമാറുക? അവളുടെ സംസാരം കേട്ട് ജോനാഥൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും കണ്ണു തുടച്ചു. പിന്നീട് ഉറങ്ങാൻ പോയി. മീനയുടെയും ജോനാഥൻ്റെയും മുറിയിൽ പ്രൊഫസർ ഒരു മണി സ്ഥാപിച്ചു. അടിയന്തര ഘട്ടമുണ്ടായാൽ അത് ഉറക്കെ കിലുക്കണമെന്ന് അവരോട് നിർദ്ദേശിച്ചു. അതിനും പുറമെ ആരെങ്കിലും ഒരാൾ വീതം അവരുടെ മുറിക്ക് പുറത്ത് കാവലിരിക്കണമെന്നും തീരുമാനിച്ചു. ആദ്യ റൗണ്ട് ക്വിൻസി ഇരിക്കാമെന്ന് ഏറ്റതുകൊണ്ട് ബാക്കിയുള്ളവർ ഉറങ്ങാൻ പോയി. ജോനാഥൻ്റെ ഡയറി. ഒക്ടോബർ 3 രാത്രി. എല്ലാവരും ഉറങ്ങാൻ പോയി. എൻ്റെ അടുത്ത് കിടന്ന് മീനയും ശാന്തമായി ഉറങ്ങുന്നുണ്ട്. എനിക്കെന്തോ ഉറക്കം വരുന്നില്ല. പകൽ ഞങ്ങൾ നന്നായി പ്രവർത്തിച്ചെങ്കിലും ആ പിശാചിനെ കീഴടക്കാൻ കഴിയാത്തതിൽ എനിക്ക് കടുത്ത നിരാശയുണ്ട്. ഒരു പെട്ടി ഒഴികെ മറ്റെല്ലാം അവന് അഗമ്യമാക്കിയെങ്കിലും അവശേഷിച്ച ഒരു പെട്ടി ഏതോ അജ്ഞാത സ്ഥലത്ത് അവൻ സൂക്ഷിച്ചിരിക്കുകയാണ്. അതുള്ളിടത്തോളം കാലം അവന് അത് ആസ്ഥാനമാക്കി ഇനിയും എത്ര ക്രൂര കൃത്യങ്ങൾ വേണമെങ്കിലും നടത്താൻ സാധിക്കും. അതോർക്കുമ്പോൾ എൻ്റെ മനസ്സ് കോളുകൊണ്ട കടൽ പോലെ അസ്വസ്ഥമാകുകയാണ്. എൻ്റെ ഭാര്യയെക്കുറിച്ച് എനിക്കിപ്പോൾ വല്ലാത്ത അഭിമാനം തോന്നുന്നു. പൂർണ്ണമായ അർത്ഥത്തിൽ നിർമ്മലവും സ്നേഹനിർഭരവുമായ മാതൃകാ സ്ത്രീയാണവൾ. അവളെ നേരിട്ട് ഉപദ്രവിച്ച ആ പിശാചിന് പോലും മോക്ഷം കൊടുക്കണമെന്ന് വാദിക്കാമെങ്കിൽ എത്ര വിശാലമായിരിക്കണം അവളുടെ ഹൃദയം. എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി. മീന എന്നെ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, ആരോ നമ്മുടെ മുറിക്ക് പുറത്തുണ്ട്. കാൽപ്പെരുമാറ്റം ഞാൻ കേട്ടു. ഞാൻ ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു നോക്കി. ഒരു ബെഡ്ഷീറ്റ് വിരിച്ച് ക്വിൻസി അവിടെ കിടക്കുന്നു. അയാൾ പറഞ്ഞു, പോയി സുഖമായി ഉറങ്ങിക്കൊള്ളൂ. ഇവിടെ ഞങ്ങളിലൊരാൾ സദാ കാവലിനുണ്ടാകും. അയാളുടെ കാൽപ്പെരുമാറ്റമാവും മീന കേട്ടത്. മടങ്ങി വന്ന് ഞാൻ അവളോട് വിവരം പറഞ്ഞു.
ഞങ്ങളുടെ ജീവന് അവർ എത്ര വില കൽപ്പിക്കുന്നു എന്നോർത്ത് നന്ദിപൂർവ്വം അവൾ ചിരിച്ചു. ഞങ്ങൾ വീണ്ടും കിടന്നു. വൈകാതെ മീന ഉറങ്ങിയെങ്കിലും എനിക്ക് പെട്ടെന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഏറെ വൈകിയായിരിക്കും ഞാൻ ഉറങ്ങിയത്. മീന എന്നെ തട്ടി ഉണർത്തി. നേരം പുലരാൻ തുടങ്ങുകയാണ്. അവൾ എന്നോട് പറഞ്ഞു, വേഗം പോയി പ്രൊഫസറെ വിളിച്ചുകൊണ്ട് വരണം. അത്യാവശ്യമായി എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കണം. എന്താ അത്ര അത്യാവശ്യം? ഞാൻ ചോദിച്ചു. ഞാൻ സ്വപ്നം കണ്ടതാവാം. ഉറക്കത്തിൽ എനിക്കുണ്ടായ വെളിപാട് ഭാഗം. എന്തായാലും പ്രൊഫസർ എന്നെ ഉടനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഞാൻ വേഗം വാതിൽ തുറന്നപ്പോൾ ക്വിൻസിക്ക് പകരം ഡോക്ടർ സെവാർഡാണ് പുറത്ത് കാവൽ കിടന്നിരുന്നത്. അദ്ദേഹം ചാടി എഴുന്നേറ്റു. എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഒന്നുമില്ല. മീനയ്ക്ക് അത്യാവശ്യമായി പ്രൊഫസറെ കാണണമെന്ന് പറയുന്നു. ശരി, ഞാൻ ഉടനെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഡോക്ടർ പോയി. 5 മിനിറ്റിനുള്ളിൽ പ്രൊഫസറെയും കൂട്ടി ഡോക്ടർ മടങ്ങി വന്നു. പ്രൊഫസർ ആകാംക്ഷയോട് ചോദിച്ചു, എന്താ മോളെ, എന്താ നിനക്ക് പറയാനുള്ളത്? പ്രൊഫസർ, അങ്ങ് ഉടനെ എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യണം. എന്തൊക്കെയോ സുപ്രധാന വിവരങ്ങൾ എൻ്റെ ഉപബോധ മനസ്സിൽ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ പ്രൊഫസർ ഒട്ടും വൈകിയില്ല. മീനയെ കട്ടിലിൽ കിടത്തി അവളുടെ കണ്ണുകൾ തറപ്പിച്ചു നോക്കിക്കൊണ്ട് കൈകൾ അവളുടെ മുഖത്തിന് മേൽ വീശി. മെല്ലെ അവളുടെ കണ്ണുകൾ അടഞ്ഞു. ഈ സമയം ആർത്തറും ക്വിൻസിയും ആകാംക്ഷാഭരിതരായി വാതിൽ എത്തി നിലയുറപ്പിച്ചിരുന്നു. ഡോക്ടർ പ്രൊഫസറുടെ തൊട്ടടുത്ത് തന്നെ നിന്നു. പ്രൊഫസർ മീനയോട് ചോദിച്ചു, നീ ഇപ്പോൾ എവിടെയാണ്? എനിക്കറിയില്ല, അവൾ പറഞ്ഞു. എല്ലാം വിസ്മയകരമായിരിക്കുന്നു അല്ലേ? നീ ഇപ്പോൾ എന്താണ് കാണുന്നത്? പ്രൊഫസർ വീണ്ടും ചോദിച്ചു. എനിക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല. എങ്ങും കുറ്റാക്കിത്തിരുട്ടാണ്, അവൾ പറഞ്ഞു. ശരി, നീ എന്താണ് കേൾക്കുന്നത്? പ്രൊഫസർ ചോദിച്ചു. ചെറുതിരകൾ ഇളകുന്ന ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ നീ ഒരു കപ്പലിലാണോ? അതെ, മീന വേഗം മറുപടി പറഞ്ഞു. ഞങ്ങളെല്ലാവരും ആശ്ചര്യത്തോടെ പരസ്പരം നോക്കി. വിശദമായി പറയൂ, പിന്നെ എന്തൊക്കെ കേട്ടു? പ്രൊഫസർ ആകാംക്ഷയോട് ചോദിച്ചു. എനിക്ക് മുകളിലൂടെ ആരൊക്കെയോ നടക്കുന്നുണ്ട്. ചങ്ങലയുടെ കിലുക്കം കേട്ടു. പിന്നെ നല്ല ഭാരമുള്ള എന്തോ വസ്തു വെള്ളത്തിൽ വീഴുന്ന ശബ്ദവും കേട്ടു. നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? പ്രൊഫസർ വീണ്ടും ചോദിച്ചു. ഞാൻ ചലനമറ്റ് കിടക്കുകയാണ്, മരിച്ചതുപോലെ കിടക്കുന്നു. ഞങ്ങളെല്ലാവരും ആശ്ചര്യഭരിതരായി പരസ്പരം നോക്കി. പ്രൊഫസർ അവളെ ഉറങ്ങാൻ വിട്ടു. അവൾ ശാന്തമായി കുറച്ചുനേരം ഉറങ്ങി. പിന്നെ കണ്ണു തുറന്നു. അമ്പരപ്പോടെ ചോദിച്ചു, ഞാൻ ഉറക്കത്തിൽ എന്തെങ്കിലും പറഞ്ഞോ? പ്രൊഫസർ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, ഉവ്, നീ വളരെ വലിയൊരു രഹസ്യം ഞങ്ങൾക്ക് പകർന്നു തന്നു. തുടർന്ന് അദ്ദേഹം ചോദിച്ചതും അവൾ പറഞ്ഞതുമായ എല്ലാ വിവരങ്ങളും വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. മീന ഉത്സാഹഭരിതയായി പറഞ്ഞു, അവൻ ഏതോ കപ്പൽ സ്ഥലം വിടുകയാണെന്നല്ലേ അതിനർത്ഥം? അതെ, നങ്കൂരമിട്ട് കിടക്കുന്ന ഏതോ ഒരു കപ്പൽ അവൻ കയറി പറ്റിയിരിക്കുന്നു. ഇത് കേട്ട് ആർത്തറും മോറിസും ആവേശഭരിതരായി പുറപ്പെടാനൊരുങ്ങി. അവരെ തടഞ്ഞുകൊണ്ട് പ്രൊഫസർ പറഞ്ഞു, അവൻ ഏത് തുറമുഖത്ത് ഏത് കപ്പലിലാണ് ഉള്ളതെന്നറിയാതെ നിങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നത്? ദൈവമായിട്ട് നമുക്കൊരു പ്രധാന സൂചന മീനയിലൂടെ എത്തിച്ചു തന്നു. അവൻ ശരിക്കും ഭയന്ന് ഒളിച്ചോടുകയാണ്. ഒരേ ഒരു പെട്ടിയെ ഇനി അവൻ്റെ പക്കലുള്ളൂ. ലണ്ടനിൽ അവൻ കണ്ടെത്തിയ അഭയകേന്ദ്രങ്ങളും പെട്ടികളുമെല്ലാം നാം അവന് അഗമ്യമാക്കി. ജോനാഥൻ്റെ കടാരയ്ക്ക് മുമ്പിൽ അവൻ ശരിക്കും ഭയന്നു പോയി. നമ്മളെ കുറേ പുലഭ്യം പറഞ്ഞെങ്കിലും അവനാണിപ്പോൾ യഥാർത്ഥ ഭീരു. നായ്ക്കളുടെ മുന്നിൽപ്പെട്ട കുറുക്കനെ പോലെയാണ് അവൻ ഭയന്ന് ഓടുന്നത്. ഈ യാത്രയൊരുക്കാനാണ് അവൻ പോക്കറ്റിൽ സ്വർണ്ണ നാണയങ്ങൾ കരുതിയിരുന്നത്. ഇനി അവൻ കരയിലേക്ക് മടങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. അതുകൊണ്ട് ആരും തിരക്ക് കൂട്ടണ്ട. നമുക്ക് കുളിച്ച് വസ്ത്രം മാറി പ്രഭാത ഭക്ഷണവും കഴിച്ച് സാവധാനം പുറപ്പെട്ടാൽ മതി. ഇനി നമ്മൾ എന്തിനാണ് അവൻ്റെ പിന്നാലെ പോകുന്നത്? അവൻ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോയല്ലോ, മീന നിഷ്കളങ്കമായി ചോദിച്ചു. ഒരു പുഞ്ചിരിയോടെ പ്രൊഫസർ അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു, ഇനിയുള്ള സംസാരമൊക്കെ ഭക്ഷണം കഴിഞ്ഞു മാത്രം, ഓക്കെ? ഞങ്ങളെല്ലാവരും കുളിച്ച് വസ്ത്രം മാറാനായി പോയി. എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാതൽ കഴിച്ച ശേഷം മീന വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ അവളുടെ കണ്ണുകൾ ഉറ്റുനോക്കിക്കൊണ്ട് പ്രൊഫസർ പറഞ്ഞു, അവനെ അങ്ങനെ പോകാൻ അനുവദിക്കാൻ പാടില്ല. അനുവദിച്ചാൽ ഇവിടെയല്ലെങ്കിൽ മറ്റൊരിടത്തെത്തി അവൻ ഇനിയും ആയിരക്കണക്കിന് ലൂസിമാരെയും മീനമാരെയും ഉപദ്രവിക്കും. അതവൻ എത്ര നൂറ്റാണ്ടുകൾ വേണമെങ്കിലും തുടരുകയും ചെയ്യും. അവൻ മീനയുടെ കഴുത്തിൽ സൃഷ്ടിച്ച മുറിപ്പാട് അവൻ ഇനിയും മീനയെ ഉപദ്രവിക്കാനുള്ള വഴിയാണ്. അതുകൊണ്ട് ഈ ഭൂമുഖത്തു നിന്നും അവൻ ഇല്ലാതാകേണ്ടത് നമ്മുടെയും ലോക ജനതയുടെയും ആവശ്യമാണ്. മീന നടുക്കത്തോടെ അത് കേട്ടു. അധ്യായം 18. ഡോക്ടർ സെവാർഡിൻ്റെ ഗ്രാമഫോൺ ഡയറി. വാൻ ഹെൽസിങ്ങിൻ്റെ സംഭാഷണം രേഖപ്പെടുത്തിയത്. ജോനാഥന്, താങ്കൾ ഭാര്യ മീനയ്ക്കൊപ്പം സന്തോഷമായി കഴിയുക. ഞങ്ങൾ അവനെ തേടി പോവുകയാണ്. അവൻ ഇനി ട്രാൻസിൽവാനിയയിലെ അവൻ്റെ സ്വന്തം കൊട്ടാരത്തിൽ എത്തി രക്ഷപ്പെടാനാവും ശ്രമിക്കുന്നത്. നൂറ്റാണ്ടുകൾ പരിശ്രമിച്ചിട്ടാവും അവൻ ലണ്ടനിലെത്തിയത്. പക്ഷേ 1-2 ദിവസങ്ങൾ കൊണ്ട് നാം അവനെ തുരത്തി. അറ്റകൈക്ക് ലൂസിയുടെ ശവകുടീരത്തിലെങ്കിലും അഭയം തേടാൻ അവൻ ശ്രമിച്ചു കാണും. പക്ഷേ അത് മുന്നിൽ കണ്ട് നാം അവിടെ വിശുദ്ധ അപ്പം വച്ചതുകൊണ്ട് അവിടെയും അവന് പ്രവേശനമില്ലാതായി. ഒറ്റപ്പെട്ടിയിൽ ഒതുങ്ങിയ അവനെ ഇനി രക്ഷപ്പെടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അവൻ്റെ പിന്നാലെ പോകുന്ന ഞങ്ങൾ മടങ്ങി വന്നിട്ട് വിവരണങ്ങൾ പറയാം.
അതുവരെ മീനയെ പ്രത്യേകം പരിചരിച്ചുകൊണ്ട് സമാധാനമായി കഴിയുക. വാൻ ഹെൽസിംഗ്. ജോനാഥൻ്റെ ഡയറി. ഒക്ടോബർ 4. പ്രൊഫസർ വാൻ ഹെൽസിങ്ങിൻ്റെ ഗ്രാമഫോൺ ഡയറി വായിച്ചു കേട്ടപ്പോൾ മീനയ്ക്ക് ഒരുപാട് സന്തോഷവും ആശ്വാസവും തോന്നി. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ആ മഹാവിപത്ത് ഒഴിഞ്ഞുപോയി എന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഡ്രാക്കുള കോട്ടയിൽ വച്ചുണ്ടായ ഓരോ അനുഭവങ്ങളും ഞാനിപ്പോൾ ഓർക്കുകയാണ്. ആ ഭീകരനെ ഇത്ര വേഗം തോൽപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചതുമല്ല. ദൗത്യം പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ നഗരത്തിൽ നിന്ന് അവൻ പലായനം ചെയ്തല്ലോ, അത്രയും ആശ്വാസം. മേനയുടെ നെറ്റിയിൽ ആഴത്തിലുള്ള മുറിപ്പാട് കാണുമ്പോൾ അവനെ കുത്തിമലർത്താൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്നോർത്ത് നിരാശ തോന്നും. എന്നാലും അവളിപ്പോൾ സമാധാനത്തിലും സന്തോഷത്തിലും കഴിയുന്നുണ്ടല്ലോ, അതുതന്നെ എനിക്ക് വലിയ ആശ്വാസം പ്രദാനം ചെയ്യുന്നു. മീനയുടെ ഡയറി. ഒക്ടോബർ 5. വൈകുന്നേരം 5 മണി. യോഗം ആരംഭിച്ചു. യോഗത്തിൽ പങ്കെടുക്കുന്നവർ പ്രൊഫസർ വാൻ ഹെൽസിംഗ്, ഡോക്ടർ സെവാർഡ്, ആർത്തർ പ്രഫുക്, ക്വിൻസി മോറിസ്, ജോനാഥൻ ഹാക്കർ, മിസ്സിസ് മീന ജോനാഥൻ ഹാക്കർ. പ്രൊഫസർ വാൻ ഹെൽസിംഗ് ഡ്രാക്കുള പ്രഭു രക്ഷപ്പെടാൻ ഉപയോഗിച്ച കപ്പൽ കണ്ടെത്താൻ നടത്തിയ ശ്രമങ്ങൾ വിവരിച്ചു. അവൻ ട്രാൻസിൽവാനിയയിലേക്കാവും പോയിരിക്കുന്നതെന്ന് ഉറപ്പാണ്. കരിങ്കടൽ വഴി പോകുന്ന കപ്പലിലായിരിക്കും അവൻ കയറിയിരിക്കുക. തുറമുഖ ഓഫീസിൽ ചെന്ന് ഒരു ഉദ്യോഗസ്ഥന് കാര്യമായ കൈമടക്ക് കൊടുത്തപ്പോൾ അയാൾ കിളി പറയും പോലെ കാര്യങ്ങൾ വിശദീകരിച്ചു. ഒരൊറ്റ കപ്പൽ, സാറിന കാതൽ, മാത്രമേ ഇന്ന് രാത്രി തുറമുഖം വിട്ടുപോയിട്ടുള്ളൂ. അതിൽ ഫ്രഞ്ചുകാരനെന്ന് തോന്നിക്കുന്ന ഒരു യാത്രക്കാരനും ഉണ്ടായിരുന്നു. അയാളുടെ രീതികളൊക്കെ വേറിട്ട ശൈലിയിലായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചു. അസാമാന്യ ഉയരമുള്ള നന്നേ മെലിഞ്ഞ ഒരാൾ. മുഖം വിളറി വെളുത്തിരുന്നു. കറുത്ത ഉടുപ്പുകളാണ് ധരിച്ചിരുന്നത്. വലിയ പണക്കാരനാണ്. സ്വർണ്ണ നാണയങ്ങൾ വാരി വിതറുകയായിരുന്നു. ക്യാപ്റ്റനുമായി അയാൾ ഒരുപാട് സമയം വാദോരാതെ സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്തു. പിന്നീട് അയാൾ പുറത്തേക്ക് പോയി. കുറേ കഴിഞ്ഞ് ഒരു കുതിരവണ്ടിയിൽ നല്ല ഭാരമുള്ള ഒരു പെട്ടിയുമായി മടങ്ങി വന്നു. ആ പെട്ടി അയാൾ തനിയാണ് വണ്ടിയിൽ നിന്ന് ഇറക്കിയത്. പക്ഷേ അത് കപ്പൽ കയറ്റാൻ 5-6 പേരുടെ ശ്രമം വേണ്ടി വന്നു. പക്ഷേ അയാൾ കപ്പൽ കയറിയില്ല. ഒരുപാട് ജോലികൾ തീർക്കാനുണ്ട്, അതൊക്കെ തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ടു. കപ്പൽ കൃത്യസമയത്ത് പുറപ്പെടുമെന്നും ഇയാളെയും കാത്തു കിടക്കുകയില്ലെന്നും ക്യാപ്റ്റൻ പറഞ്ഞു. ഏറെ നേരം കാത്തിട്ടും അയാൾ വന്നില്ല. ക്യാപ്റ്റൻ അയാളെ ശപിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നു വന്നു. വല്ലാത്തൊരു മൂടൽമഞ്ഞ് അവിടെയാകെ പരന്നു. തൊട്ടു മുന്നിലുള്ള വസ്തുക്കൾ പോലും കാണാനാവാത്ത വിധം മഞ്ഞ് പരന്നു. ശക്തമായ കാറ്റും വീശാൻ തുടങ്ങി. ക്യാപ്റ്റൻ ആരെയൊക്കെ ശപിച്ചുകൊണ്ട് കപ്പൽ ഓടി നടന്നു. ഈ സമയം ആ വിചിത്ര മനുഷ്യൻ മടങ്ങി വന്നു. കപ്പൽ കയറി. പെട്ടെന്ന് കാറ്റ് നിലച്ചു. മൂടൽമഞ്ഞും മാഞ്ഞുപോയി. വേലിയിറക്കവും തുടങ്ങി. പിന്നെ ഒട്ടും വൈകാതെ കപ്പൽ പുറപ്പെട്ടു. നേരം പുലരുമ്പോഴേക്കും കപ്പൽ അഴിമുഖത്തു നിന്ന് ഏറെ ദൂരം പിന്നിട്ടുണ്ടാവും. നമ്മുടെ ശത്രു ഇപ്പോൾ കടലിൽ വാനൂബ് നദീമുഖത്തേക്കുള്ള യാത്രയിലാണ്. കപ്പലിനെ ചുറ്റി മൂടൽമഞ്ഞുണ്ട്. കപ്പൽ ലക്ഷ്യത്തിലെത്താൻ ഏറെ സമയമെടുക്കും. അതുകൊണ്ട് നമുക്ക് തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല. കടൽ മാർഗം അവനെ പിന്തുടരുന്നതിലും നല്ലത് കരമാർഗം പോകുന്നതാവും. വളരെ വേഗം അവിടെ എത്താൻ കഴിയും. പകൽ സമയത്ത് പെട്ടിക്കുള്ളിൽ വച്ച് അവനെ നേരിടണം. അപ്പോൾ അവൻ ദുർബലനായിരിക്കും. അതുകൊണ്ട് വലിയ ഏറ്റുമുട്ടൽ ഒഴിവാകും. നമുക്കതിന് ധാരാളം ദിവസങ്ങൾ മുന്നിലുണ്ട്. ആ സമയത്ത് വ്യക്തമായ പദ്ധതികൾക്ക് രൂപം കൊടുക്കണം. എങ്ങോട്ടാണ് അവൻ പോയിരിക്കുന്നതെന്ന് നമുക്കിപ്പോൾ വ്യക്തമായി അറിയാം. അക്കാര്യം കപ്പലുടമയെ കണ്ട് രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടതാണ്. ആ പെട്ടി വെർണയിലാണ് ഇറക്കുക. അവിടെ നിന്നും ഒരു ഏജൻറ്റ് അത് വാങ്ങും. വാൻ ഹെൽസിംഗ് സംസാരിച്ച് നിർത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, പക്ഷേ പ്രഭു ആ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? ആ ഉറപ്പല്ലേ ഇന്ന് രാവിലെ ഹിപ്നോട്ടൈസിങ്ങിന് വിധേയയായ മീൻ തന്നത്? ശരി, എങ്കിലും ഇനി അവൻ്റെ പിന്നാലെ നാം പോകേണ്ടതുണ്ടോ? ഞാൻ അങ്ങനെ ചോദിച്ചത് സത്യമായും എൻ്റെ പ്രിയപ്പെട്ടവനെ വീണ്ടും അപകട വഴിയിലേക്ക് അയക്കാനുള്ള മടിയും പേടിയും കൊണ്ടായിരുന്നു. ജോനാഥനെ ഒഴിവാക്കാമെന്ന് മറ്റുള്ളവർ തീരുമാനിച്ചാലും അത് സമ്മതിക്കാതെ അദ്ദേഹം ഒപ്പം പോകും എന്നതും ഉറപ്പാണ്. പ്രൊഫസർ ഗൗരവത്തിൽ മറുപടി പറഞ്ഞു. വേണം മീന, 100% വേണം. ആദ്യം തന്നെ നിന്റെ രക്ഷയ്ക്ക് അവൻ ഇല്ലാതാകുക എന്നത് പ്രധാനമാണ്. അതുപോലെ മറ്റു പല ആത്മാക്കളുടെ രക്ഷയ്ക്കും അത് ചെയ്തേ മതിയാകൂ. അവൻ്റെ നാട്ടിൽ വിതയ്ക്കാവുന്ന പരമാവധി നാശം വിതച്ചിട്ടാണ് അവൻ ലണ്ടനിലെത്തിയത്. ഒരു പെട്ടിക്കുള്ളിൽ കിടന്നുകൊണ്ട് ഇത്ര സാഹസികമായി ലണ്ടനിലെത്തിയതിൽ നിന്ന് തന്നെ അവൻ്റെ ബൗദ്ധികമായ വളർച്ച നമുക്ക് ഊഹിക്കാമല്ലോ. അവനെപ്പോലെ ഒരു രാക്ഷസനെ കൂടി അവൻ സൃഷ്ടിച്ചാൽ അവർ രണ്ടും കൂടി ഈ ലോകം തന്നെ കീഴടക്കും. പ്രകൃതി ശക്തികളെ പോലും വരുതിക്ക് നിർത്താൻ കഴിയുന്ന ഒരുവൻ വിചാരിച്ചാൽ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഈ ലോകത്തിന് സംഭവിക്കാവുന്നത്. ഏതോ പൈശാചിക ശക്തി അവനെ സഹായിക്കുന്നുണ്ടാവാം. നമ്മുടെ അനുഭവം നോക്കുക. ലൂസിയെ അവൻ ഇല്ലാതാക്കി. ഇപ്പോൾ നിന്റെ ശരീരവും മലിനപ്പെടുത്തി. ഞാൻ തുറന്നു പറയുന്നത് മോൾ ക്ഷമിക്കണം. അവൻ നിന്നെ മലീമസമാക്കിയത് വളരെ തന്ത്രപൂർവമാണ്. ഇവിടെ നിന്ന് പോയ സ്ഥിതിക്ക് ഇനി അവൻ നിന്നെ ഉപദ്രവിക്കുകയില്ലായിരിക്കും. നീ സാധാരണ മട്ടിൽ ജീവിതം തുടരുകയും ചെയ്യും. പക്ഷേ എന്തെങ്കിലും സ്വാഭാവികമായ മരണത്തിന് നിനക്കും വഴങ്ങേണ്ടി വരുമല്ലോ. അങ്ങനെ മരിച്ചാലും മരണശേഷം
നീ ഒരു രക്തരക്ഷസായി മാറും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അത് തടയുകയാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. പിന്നെ മറ്റൊരു കാര്യം, ലണ്ടനിലെ സൗകര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് അവൻ കൂടുതൽ ശക്തിയാർജിച്ച് ഏറെ വിപുലമായ ഒരുക്കങ്ങളോടെ ലണ്ടനിലേക്ക് വീണ്ടും വരികയില്ലെന്ന് എങ്ങനെ നിശ്ചയിക്കാം? അങ്ങനെ സംഭവിച്ചാൽ അന്ന് അവനെ നേരിടുക ഇന്നത്തെ അത്ര എളുപ്പമാവില്ല. അതുകൊണ്ട് ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യണം. ചെയ്തേ മതിയാവൂ. നാളെ രാവിലെ പ്രാതലിന് ശേഷം എല്ലാവരും കൂടി ഒന്നിച്ച് അവനെ വേട്ടയാടുന്ന കാര്യം ആലോചിക്കാം. ഇത്രയും പറഞ്ഞ് അദ്ദേഹം യോഗം പിരിച്ചുവിട്ടു. മുറിയിൽ വന്ന് കണ്ണാടിയിൽ നോക്കിയപ്പോൾ എൻ്റെ നെറ്റിയിലെ മുറിവ് എന്നെ ഭയപ്പെടുത്തി. മലിനയായ എനിക്ക് മുക്തി കിട്ടണമെങ്കിൽ ഡ്രാക്കുള ഇല്ലാതാവണമെന്ന് പ്രൊഫസർ പറഞ്ഞത് ഞാൻ നടുക്കത്തോടെ ഓർമ്മിച്ചു. എൻ്റെ മുക്തിയായിരിക്കുമല്ലോ ജോനാഥൻ്റെയും പ്രധാന മോഹം. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. ഒക്ടോബർ 5 പ്രാതലിന് ഒത്തുകൂടിയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് നല്ല പ്രസരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രി ഏറെ സമാധാനത്തോടെ എല്ലാവരും ഉറങ്ങുകയും ചെയ്തു. പിന്നിട്ടതെല്ലാം ഒരു സ്വപ്നം പോലെ മറക്കാമെന്ന് കരുതിയാലും മീനയുടെ നെറ്റിയിലെ മുറിവ് ഞങ്ങളോട് കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കാൻ ഓർമ്മിപ്പിക്കുന്നു. രക്തരക്ഷസ് രക്തം കൊണ്ട് അവളെ മാമോദീസ മുക്കിയിരിക്കുകയാണ്. അത് അവൾക്കും നന്നായി മനസ്സിലായിട്ടുണ്ട്. ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ രക്ഷസിനെ ഉന്മൂലനാശം ചെയ്തേ മതിയാവൂ എന്നും അവൾക്കറിയാം. അതുകൊണ്ടാവും അവളിപ്പോൾ തടസ്സവാദങ്ങളൊന്നും ഉന്നയിക്കാതെ മൗനം ഭജിച്ചിരിക്കുന്നത്. പ്രൊഫസർ എത്തിയപ്പോൾ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നെങ്കിലും കാര്യമായി ഒന്നും സംസാരിച്ചില്ല. പിന്നീട് എന്നെ മാറ്റി നിർത്തി രഹസ്യമായി പറഞ്ഞു, ഡോക്ടർ, മീനയുടെ സ്ഥിതി അതിവേഗം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ രക്തം അവൻ കുടിച്ചതിന് പുറമെ അവൻ്റെ രക്തം ബലാത്കാരമായി അവളെ കൊണ്ട് കുടിപ്പിക്കുകയും ചെയ്തല്ലോ. അത് കൂടുതൽ ഗുരുതരമാണ്. ലൂസിയിൽ നമ്മൾ കണ്ടതുപോലെയുള്ള മാറ്റങ്ങൾ മീനയിലും കാണാം. ചിലപ്പോൾ അവളുടെ കണ്ണുകളിൽ ക്രൂരത നിഴലിക്കും. അവളുടെ പല്ലുകൾ കൂടുതൽ കൂർത്തു വരുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. അതുപോലെ ഏറെ വാചാലയായിരുന്ന അവളിപ്പോൾ മൗനം ഭജിക്കാൻ ഇഷ്ടപ്പെടുന്നു. അത് ചീത്ത ലക്ഷണമാണ്. നാം അവളെ ഹിപ്നോട്ടൈസ് ചെയ്തതുപോലെ അവനും വിദൂരതയിലായിരുന്നാലും അവളിലൂടെ നമ്മുടെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ നീക്കങ്ങളൊന്നും അവൾ അറിയാൻ പാടില്ല. നമ്മുടെ ചർച്ചകളിൽ നിന്ന് അവളെ കർശനമായും ഒഴിവാക്കണം. അക്കാര്യം ഞാൻ തന്നെ തുറന്നു പറഞ്ഞുകൊള്ളാം. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം കടുത്ത മാനസിക വ്യത അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം നിന്ന കുലീനയായ ആ യുവതിയെ അവളുടെയും ഞങ്ങളുടെയും നന്മയെ കരുതിയാണെങ്കിൽ പോലും പെട്ടെന്ന് ഒറ്റപ്പെടുത്തേണ്ടി വരുന്നതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട്. പിന്നീട് ഞങ്ങൾ യോഗം ചേർന്നപ്പോൾ മീന പങ്കെടുത്തില്ല. അവൾ വരുന്നില്ലെന്ന് ജോനാഥനോട് പറഞ്ഞയച്ചു. അവളുടെ സാന്നിധ്യം തുറന്ന ചർച്ചയ്ക്ക് ഞങ്ങൾക്ക് തടസ്സമായേക്കുമെന്ന് സ്വയം ബോധ്യപ്പെട്ടതുകൊണ്ടാവാം. അങ്ങനെയെങ്കിൽ അത് വളരെ നന്നായി. തുടർ പരിപാടികളെക്കുറിച്ച് ഞങ്ങൾ ആലോചന ആരംഭിച്ചു. പ്രൊഫസർ കപ്പലിൻ്റെ ഗതിയെക്കുറിച്ച് പറഞ്ഞു. കപ്പൽ തെംസ് നദീമുഖം വിട്ടത് ഇന്നലെ രാവിലെയാണ്. വേഗത്തിൽ നീങ്ങിയാലും അത് വാർത്തയിൽ എത്താൻ 3 ആഴ്ച എടുക്കും. കരമാർഗം പോകുന്ന നമുക്ക് 3 ദിവസം കൊണ്ട് അവിടെ എത്താം. കപ്പൽ എത്തുന്നതിന് 2 ദിവസം മുൻപ് നമുക്ക് വാർത്തയിൽ എത്തണം. അതായത് 17-ാം തീയതി നാം പുറപ്പെട്ടാൽ മതിയാകും. പക്ഷേ വാർത്ത നമുക്ക് പരിചിതമായ സ്ഥലമല്ലാത്തതിനാലും അവിടെ കുറേയേറെ കാര്യങ്ങൾ ശരിപ്പെടുത്താനുള്ളതുകൊണ്ടും കുറേ കൂടി നേരത്തെ നമുക്ക് പോയാലോ? ഇന്നും നാളെയുമായി യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്താം. അതിനുശേഷം നാം 4 പേരും യാത്ര തുടങ്ങണം. 4 പേരോ? ജോനാഥൻ ചോദിച്ചു. അതെ, 4 പേർ മാത്രം മതി. ജോനാഥൻ മീനയ്ക്കൊപ്പം ഉണ്ടാവണം. പ്രൊഫസർ തറപ്പിച്ചു പറഞ്ഞു. അല്പനേരം ആലോചിച്ചിരുന്നിട്ട് ജോനാഥൻ പറഞ്ഞു, എനിക്ക് അക്കാര്യം മീനയോട് ഒന്ന് ആലോചിക്കണം. ഞങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും മീനയെ അറിയിക്കരുതെന്ന് ജോനാഥനോട് പറയണ്ടേ എന്ന് ഞാൻ ആംഗ്യഭാഷയിൽ പ്രൊഫസറോട് ചോദിച്ചു. ഇപ്പോൾ ഒന്നും മിണ്ടണ്ട എന്ന് അദ്ദേഹം തിരിച്ചു വാങ്ങിങ്ങാട്ടി. ജോനാഥൻ്റെ ഡയറി. ഒക്ടോബർ 5 ഉച്ചതിരിഞ്ഞ്. രാവിലെ നടന്ന യോഗത്തിൽ എന്നെ ഒഴിവാക്കി അവർ പോകാൻ തീരുമാനിച്ചതിൽ എന്തോ അവ്യക്തതയുള്ളതുപോലെ തോന്നി. മീന യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നറിയിച്ചതും എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. അവൾ ഒന്നും വ്യക്തമായി പറഞ്ഞതുമില്ല. ഇപ്പോൾ അവൾ ഉറങ്ങുകയാണ്. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മുഖത്തെ സന്തോഷമാണെന്ന് എനിക്ക് തോന്നി. ദൈവത്തിന് നന്ദി. ഇത്രയുമൊക്കെ പീഡനങ്ങൾക്ക് വിധേയമായിട്ടും അവളുടെ മുഖത്ത് ശാന്തിയും സന്തോഷവും നിഴലിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആ മുഖത്ത് നോക്കിയിരുന്നപ്പോൾ ആ സന്തോഷം എന്നിലേക്കും പടരുന്നത് പോലെ തോന്നി. സമയം മെല്ലെ നീങ്ങി. സന്ധ്യയായി. പിന്നെ ഇരുൾ പരക്കാൻ തുടങ്ങി. പെട്ടെന്ന് മീന ഉണർന്നു. അവൾ എന്നെ നോക്കി പ്രേമാർദ്രയായി ശബ്ദത്തിൽ പറഞ്ഞു, എൻ്റെ പ്രിയനെ, എനിക്ക് നിങ്ങളൊരു ഉറപ്പ് തരണം. ദൈവനാമത്തിൽ സമർപ്പിച്ച ഒരു ഉറപ്പ്. അത് പിന്നീട് ഒരു കാരണവശാലും ലംഘിക്കാനും പാടില്ല. ഞാൻ സ്വയം കാലു പിടിച്ച് അപേക്ഷിച്ചാൽ പോലും ലംഘിക്കരുത്. പൊടുന്നനെയുള്ള ആ അപേക്ഷ വിചിത്രമായി തോന്നി. കാര്യമെന്തെന്നറിയാതെ അങ്ങനെ ഒരു ഉറപ്പ് തരാൻ എനിക്ക് കഴിയില്ല പ്രിയേ. നീ കാര്യം പറയൂ. പറയാം, പക്ഷേ നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം. ചെയ്തത് ശരിയായോ എന്ന് പ്രൊഫസറോട് ചോദിക്കുകയുമാവാം. എനിക്കിപ്പോൾ വേണ്ട ഉറപ്പ് ഇതാണ്. ഈ നിമിഷം മുതൽ ഡ്രാക്കുളയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യവും എന്നോട് പറയരുത്. എൻ്റെ നെറ്റിയിലെ ഈ മുറിവ് കാണുന്നില്ലേ? ഉറപ്പ് തരൂ. ഞാൻ ഉറപ്പ് തന്നിരിക്കുന്നു.
ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് ആശ്വാസവും ആഹ്ലാദവും വിടരുന്നത് ഞാൻ കണ്ടു. ശാപത്തിൻ്റെ ആ മുറിപ്പാട് കാണുമ്പോൾ എനിക്കും വല്ലാതെ വേദനയുണ്ടാകും. തുടർന്നുള്ള മീനയുടെ പ്രസരിപ്പും സന്തോഷവും കണ്ടപ്പോൾ എനിക്ക് വലിയ ചാരിതാർത്ഥ്യം തോന്നി. രാത്രി നേരത്തെ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. അവൾ പെട്ടെന്ന് ഉറക്കം പിടിച്ചു. ഇങ്ങനെ ശാന്തമായും ഗാഢമായും ഉറങ്ങാൻ അവൾക്ക് കഴിയുന്നുണ്ടല്ലോ എന്നോർത്ത് കിടന്ന് ഞാനും ഉറങ്ങി. ഒക്ടോബർ 6 രാവിലെ. ഇന്ന് മീനയാണ് എന്നെ വിളിച്ചുണർത്തിയത്. എന്നിട്ട് എന്നോട് അത്യാവശ്യമായി പ്രൊഫസറെ കൂട്ടിക്കൊണ്ട് വരാൻ അപേക്ഷിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ഹിപ്നോട്ടൈസ് ചെയ്യിക്കാനാവുമെന്ന് കരുതി ഞാൻ വേഗം ചെന്നപ്പോൾ പ്രൊഫസർ ഒരുങ്ങി നിൽക്കുന്നത് പോലെ തോന്നി. അദ്ദേഹം എന്നോടൊപ്പം വന്നു. മീന അദ്ദേഹത്തോട് പറഞ്ഞു, പ്രൊഫസർ, അങ്ങ് തടസ്സമൊന്നും പറയരുത്. നിങ്ങളുടെ ഒപ്പം ഞാനും വരുന്നു. എന്തിന്? പ്രൊഫസർ ചോദിച്ചു. കാരണമുണ്ട്. നിങ്ങൾക്കൊപ്പമാകുമ്പോൾ ഞാൻ സുരക്ഷിതയായിരിക്കും. ഒപ്പം നിങ്ങളും സുരക്ഷിതരായിരിക്കും. മീന തറപ്പിച്ചു പറഞ്ഞു. പക്ഷേ മീന, നിന്റെ സുരക്ഷയാണ് ഞങ്ങൾക്കും പ്രധാനം. ഞങ്ങൾ പോകുന്നത് വലിയ ആപത്തിലേക്കാണ്. അവിടേക്ക് നിന്നെയും ഒപ്പം കൂട്ടുന്നതെങ്ങനെ? അതും ഇതുവരെ നീ നേരിട്ട ഭീകരാനുഭവങ്ങളുടെ ഓർമ്മയുള്ളപ്പോൾ. മീന ഉറച്ച ശബ്ദത്തിൽ മറുപടി പറഞ്ഞു. എനിക്കത് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനും വരുന്നെന്ന് പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ സൂര്യൻ ഉദിച്ചുയർന്നാൽ സംസാരിക്കാനാവില്ല. പ്രഭു എന്നെ വിളിച്ചാൽ എനിക്ക് പോയേ മതിയാവൂ. എൻ്റെ പ്രിയൻ ജ്യോതാതനെ പോലും കബളിപ്പിച്ച് നിങ്ങളാരും അറിയാതെ ഞാൻ പോകും. അവൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവളുടെ കണ്ണുകളിൽ നിഴലിച്ച ഭാവം എന്നെ ഭയപ്പെടുത്തി. ഒന്നും പറയാതെ ഞാൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അവൾ തുടർന്നു. നിങ്ങൾ പുരുഷന്മാർ കരുത്തരും ധീരന്മാരുമാണ്. മനുഷ്യവർഗത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ദുഷ്ടശക്തിയെ വെല്ലുവിളിക്കാനും പ്രതിരോധിക്കാനും നിങ്ങൾക്ക് കഴിയും. അതിന് സഹായകമായ ചില കാര്യങ്ങൾ ചെയ്യാൻ എനിക്കും കഴിയും. എപ്പോൾ വേണമെങ്കിലും അങ്ങേക്ക് എന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത് പ്രഭുവിൻ്റെ നീക്കങ്ങൾ കൃത്യമായി അറിയാനും കഴിയും. പ്രൊഫസർ അഭിനന്ദന സൂചകമായി ഒരു നോട്ടത്തിലൂടെ മീനയോട് പറഞ്ഞു. നീ സമർത്ഥയും ബുദ്ധിമതിയും ധീരയുമാണ്. നിന്റെ തീരുമാനം സമയോചിതവും ധീരവുമാണ്. നീ ഞങ്ങളോടൊപ്പം പോരുന്നത് തന്നെയാണ് ഉചിതം. തുടർന്ന് അദ്ദേഹം മറ്റുള്ളവരെയൊക്കെ വിളിച്ചുകൂട്ടി മീനയുടെ തീരുമാനം അറിയിച്ചു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, നാളെ രാവിലെ നാം വാർത്തയ്ക്ക് പോകുന്നു. മീന നമുക്കൊരു പുതിയ ഉത്തരവാദിത്വവും സഹായവുമാണ്. പ്രഭുവിന് വിധേയയാണെങ്കിലും അവളുടെ നിഷ്കളങ്കമായ ആത്മാവ് നമുക്കൊപ്പമുണ്ട്. നമുക്ക് അവളിലൂടെ മുന്നറിയിപ്പുകൾ ലഭിക്കും. ഒരവസരവും നാം നഷ്ടപ്പെടുത്തരുത്. കപ്പൽ വാർത്തയിലെത്തിയാലുടൻ നാം ആക്രമണം തുടങ്ങണം. എന്താണ് നാം അവിടെ ചെയ്യാൻ പോകുന്നത്? ക്വിൻസി കൗതുകപൂർവ്വം ചോദിച്ചു. പ്രൊഫസർ പറഞ്ഞു, കപ്പൽ കയറുന്ന നാം ആ പെട്ടി കണ്ടെത്തി അതിനു മുകളിൽ ഒരു കുല കാട്ടുറോസാപ്പൂക്കൾ വയ്ക്കണം. പിന്നീട് ആളില്ലാത്ത തക്കം നോക്കി പെട്ടി തുറന്ന് വേഗത്തിൽ ബാക്കി ജോലികൾ പൂർത്തിയാക്കണം. പെട്ടി തുറന്നാലുടൻ ഞാൻ അവനെ നശിപ്പിച്ചിരിക്കും. ക്വിൻസി മോറിസ് ആവേശത്തോടെ പറഞ്ഞു. അത് കേട്ട് പ്രൊഫസർ അഭിനന്ദന സൂചകമായി പറഞ്ഞു, മിടുക്കൻ ക്വിൻസി, താങ്കളൊരു ധീരപുരുഷനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതെല്ലാം അതപടി നടക്കണമെന്നില്ല. അതുകൊണ്ട് എല്ലാവരും എന്തിനും തയ്യാറായി വേണം നിൽക്കാൻ. വലിയൊരു സത്പ്രവൃത്തിക്കാണ് നാം തുനിയുന്നത്. അതിലൂടെ നമുക്ക് നേരിടേണ്ടി വരുന്ന വിപത്തുകൾ എന്തൊക്കെയാണെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് കഴിയില്ല. അവൻ്റെ ശക്തിയും മായാജാലങ്ങളുമൊക്കെ നേരിട്ട് കണ്ടവരും അനുഭവിച്ചവരുമാണ് നാം. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം അറിയാം. ഇനി വേണ്ടത് സമയോചിതമായ പ്രവർത്തനമാണ്. എല്ലാവരും വേണ്ട ഒരുക്കങ്ങൾ നടത്തുക. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരുങ്ങാനൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പോയി റെയിൽവേ ടിക്കറ്റ് എടുത്തുകൊണ്ടുവരാം. ഞങ്ങൾ പിരിഞ്ഞു. ലൗകിക ബന്ധങ്ങൾ പോലും നഷ്ടപ്പെടുന്ന ജീവഹാനി വരെ നേരിടാവുന്ന ഒരു ദൗത്യമാണിത്. പിന്നീട് ഞാൻ എൻ്റെ മരണപത്രം എഴുതി വച്ചു. ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ സ്വത്തുക്കളും മീനയ്ക്ക് അവകാശപ്പെട്ടതായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു മരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇരുവരുടെയും ബന്ധുക്കൾക്ക് വീതിച്ചെടുക്കാം. സൂര്യൻ അസ്തമിക്കാറായി. മീനയ്ക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകളും കാണാൻ തുടങ്ങി. സൂര്യാസ്തമയവും സൂര്യോദയവുമൊക്കെ വ്യത്യസ്ത രീതികളിൽ അവളെ ബാധിക്കുന്നുണ്ട്. പാവം എൻ്റെ മീന. എല്ലാം നല്ലതായി തീർന്നാൽ മതിയായിരുന്നു. എല്ലാവരെയും പോലെ നവവിവാഹിതരായ ഞങ്ങൾ ഇരുവരും ഇപ്പോൾ ഹണിമൂൺ യാത്രകൾ നടത്തേണ്ട നാളുകളാണ്. വിധിവശാൽ ഞങ്ങൾ ഒരു രക്തപിശാചിന് പിന്നാലെ പോകേണ്ടി വന്നിരിക്കുന്നു. അധ്യായം 19. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. ഒക്ടോബർ 11 സായാഹ്നം. അസ്തമയത്തിന് മുൻപ് ഞങ്ങളെല്ലാം ഒന്നിച്ചു കൂടണമെന്ന് മീന അറിയിച്ചു. സൂര്യാസ്തമയത്തിന് മുൻപും ഉദയത്തിന് തൊട്ടു മുൻപും അവൾക്ക് ചില പ്രത്യേകതകൾ പ്രകടമാകാറുണ്ട്. ഞങ്ങളെല്ലാവരും എത്തി. ഓരോ കസേരകളിലിരുന്നു. ജോനാഥനെ തൊട്ടടുത്ത് തന്നെ ഇരുത്തിക്കൊണ്ട് അയാളുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് മീന പറഞ്ഞു, നാളെ കാലത്ത് നാം യാത്ര പുറപ്പെടുകയാണല്ലോ. എന്നെ കൂടി നിങ്ങൾക്കൊപ്പം കൂട്ടിയത് നന്നായി. ദുർബലയും അശരണയുമായ എൻ്റെ ആത്മാവിനെ രക്ഷിക്കാനുള്ള ആത്മാർത്ഥ ശ്രമത്തിലാണ് നിങ്ങളെന്ന് എനിക്കറിയാം. ഇപ്പോൾ എൻ്റെ ആത്മാവ് വിഷലിപ്തമാണ്. പ്രിയപ്പെട്ടവരെ, ഏത് നിമിഷവും ഞാൻ ഇല്ലാതായേക്കാം. എൻ്റെ ജീവൻ അപകടത്തിലാണ്. അതിൽ നിന്ന് മുക്തി നേടാൻ ഒരു മാർഗമേ ഉള്ളൂ. ഞാൻ സ്വയം മരിക്കുക. പിന്നീട് എൻ്റെ ദേഹത്തിൽ ലൂസിയുടെ കാര്യത്തിൽ ചെയ്തതുപോലെയുള്ള ശുദ്ധികർമ്മങ്ങൾ നടത്തി എൻ്റെ ആത്മാവിന് മോക്ഷം നൽകുക. ഞങ്ങളെല്ലാവരും നിശബ്ദരായിരുന്നു.
വരാനിരിക്കുന്ന എന്തൊക്കെയോ മുന്നിൽ കണ്ടാണ് മീന സംസാരിക്കുന്നത്. എല്ലാവരും ആലോചനയിലാണ്ടു. ജോനാഥൻ്റെ മുഖം വിളറി വെളുത്തിരിക്കുന്നു. പാവം, ആ മനുഷ്യൻ അനുഭവിക്കുന്ന സങ്കടം ഊഹിക്കാവുന്നതേ ഉള്ളൂ. മീന വീണ്ടും പറഞ്ഞു, നിങ്ങളെല്ലാവരും എനിക്കൊരു ഉറപ്പ് തരണം. സമയമാകുമ്പോൾ യാതൊരു സങ്കോചവും ഇല്ലാതെ എന്നെ വധിക്കുമെന്ന ഉറപ്പാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇപ്പോഴത്തേതിൽ നിന്നും കൂടുതൽ വഷളായി ഞാനൊരു തനി രക്തരക്ഷസായി മാറും മുൻപ് നിങ്ങൾ എന്നെ കൊല്ലണം. എന്നിട്ട് എൻ്റെ ആത്മാവിന് മുക്തി കിട്ടാൻ വേണ്ടതൊക്കെ ചെയ്യണം. അത്രയും പറഞ്ഞ് അവൾ കുടുകുടാ കണ്ണീരൊഴുക്കി. ഞങ്ങളെല്ലാവരും സ്തംഭിച്ചിരിക്കെ ക്വിൻസി ചാടി എഴുന്നേറ്റ് അവളുടെ മുന്നിൽ മുട്ടുകുത്തി കൈത്തലം പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ സഹോദരി. അങ്ങനെ വേണ്ടി വന്നാൽ ഒട്ടും മറച്ചു നിൽക്കാതെ നിങ്ങളെ ഏൽപ്പിച്ച ചുമതല ഞാൻ നിർവഹിച്ചിരിക്കും. അതിന് ഇടവരാതിരിക്കട്ടെ. നിങ്ങളാണ് എൻ്റെ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മീന ക്വിൻസിയുടെ കൈത്തലത്തിലും ഒരു ചുംബനം നൽകി. അപ്പോൾ വാൻ ഹെൽസിങ്ങും അതേ പ്രതിജ്ഞ എടുത്തു. ഞാനും ആർത്തറും അങ്ങനെ ചെയ്തു. ജോനാഥൻ്റെ കണ്ണുകൾ തികച്ചും നിർജീവമായി കാണപ്പെട്ടു. പരവശമായ ഭാവത്തോടെ അയാൾ മീനയോട് ചോദിച്ചു, എൻ്റെ പ്രിയെ, ഞാനും ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും വേണം. ലൂസിയുടെ കാര്യത്തിൽ അവളുടെ പ്രിയതമൻ ആർത്തർ പ്രകടിപ്പിച്ച പ്രേമാർദ്രത നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ എന്താണ് അത്ഭുതം? മീന ജോനാഥൻ്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നുകൂടി എനിക്ക് എൻ്റെ പ്രിയനോട് അപേക്ഷിക്കാനുണ്ട്. അങ്ങ് ഇപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എനിക്ക് വേണ്ടി അന്ത്യകുർബാന ചൊല്ലണം. വല്ലാത്തൊരു നടുക്കത്തോടെ ജോനാഥൻ മീനയോട് ചോദിച്ചു, എന്തൊക്കെയാണ് നീ പറയുന്നത്? അന്ത്യകുർബാനയോ? മരണം എത്രയോ അകലെയാണ്. അത് സംഭവിക്കുമോ എന്നും ഉറപ്പില്ല. എന്നിട്ടാണ് ഇപ്പോൾ തന്നെ അന്ത്യകുർബാന ചൊല്ലണമെന്ന് പറയുന്നത്. അല്ല പ്രിയനെ, മരണം എൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. മൃത്യുവിൻ്റെ കാലച്ച എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അവളുടെ സ്നേഹനിർഭരമായ അപേക്ഷ തള്ളിക്കളയാനാവാതെ ഒടുവിൽ ജോനാഥൻ അവൾക്ക് വേണ്ടി അന്ത്യകുർബാന ചൊല്ലി. ഹൃദ്യമായ സംഗീതസാന്ദ്രമായ പ്രാർത്ഥന മുഴുവിക്കാനാവാതെ അയാൾ ഏങ്ങലടിച്ചു പോയി. എങ്കിലും മീന സംതൃപ്തിയായി. ആത്മാവിന് മുക്തി ലഭിച്ചാലെന്ന പോലെ അവളുടെ മുഖം പ്രശാന്തമായി. അവിടെ കൂടിയിരുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളും ആ പ്രാർത്ഥനയുടെ സ്വാധീനത്താൽ സ്വച്ഛവും ശാന്തവും പ്രത്യാശാഭരിതവുമായി തീർന്നു. ജോനാഥൻ്റെ ഡയറി. വാർത്ത. ഒക്ടോബർ 15. രാപ്പകൽ വ്യത്യാസമില്ലാതെ യാത്ര ചെയ്ത് ഞങ്ങൾ വാർത്തയിലെത്തി. ഒഡേസസ് എന്ന ഹോട്ടലിലേക്കാണ് ഞങ്ങൾ പോയത്. ആർത്തർ അതിനിടയിൽ ടെലിഗ്രാം വന്നിട്ടുണ്ടോ എന്നറിയാൻ കമ്പി ആപ്പീസിൽ പോയി. എൻ്റെ മനസ്സ് നിറയെ ആ കപ്പലാണ്. മറ്റൊന്നും ചിന്തിക്കാനാവുന്നില്ല. അത് തുറമുഖത്ത് നങ്കൂരമിട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചും മറിച്ചും ചിന്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. മീനയ്ക്കിപ്പോൾ ആരോഗ്യപ്രശ്നമൊന്നുമില്ല. എന്നല്ല, അത് ദിവസം കഴിയുന്തോറും മെച്ചപ്പെടുന്നുമുണ്ട്. നന്നായി ഉറങ്ങുന്നുമുണ്ട്. യാത്രയിൽ മിക്കവാറും അവൾ ഉറക്കം തന്നെയായിരുന്നു. ഇതിനിടയിലും പ്രൊഫസർ അവളെ ഹിപ്നോട്ടൈസ് ചെയ്തിരുന്നു. ആദ്യത്തെ തവണ കുറേയധികം പരിശ്രമിച്ചിട്ടാണ് അവളെ മോഹനിദ്രയിലാഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അദ്ദേഹം ചോദിച്ചു, എന്തു കാണുന്നു? ഒന്നും കാണുന്നില്ല. എങ്ങും കൂരിരുട്ട് മാത്രം. എന്ത് കേൾക്കുന്നു? കപ്പലിൻ്റെ വശങ്ങളിൽ തിരമാലകൾ വന്ന് തട്ടുന്നതിൻ്റെയും കപ്പൽപ്പായ വലിഞ്ഞു മുറുകുന്നതിൻ്റെയും പായ്മരങ്ങൾ കൂട്ടിയുരുമുന്ന കിറുകിറ ശബ്ദവുമൊക്കെ കേൾക്കാം. അവൾ പറഞ്ഞതിൽ നിന്ന് കപ്പൽ ഇപ്പോഴും സമുദ്രത്തിലൂടെ സഞ്ചരിക്കുക തന്നെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആർത്തർക്ക് 4 ടെലിഗ്രാം ലഭിച്ചിരിക്കുന്നു. ദിവസം 1 വീതം കപ്പലിലെ ഏജൻ്റ് അയച്ചതാണ്. അതിൽ നിന്നും അതിൻ്റെ യാത്ര സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചു. നാളെ കപ്പൽ എത്തിയാലുടൻ അകത്തു കയറാനുള്ള അനുവാദം വാങ്ങണമെന്നും സൂര്യോദയത്തിനും അസ്തമയത്തിനും ഇടയിലുള്ള സമയത്ത് കയറിയാലേ പ്രയോജനമുള്ളെന്നും പ്രൊഫസർ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ പോയി. ഒക്ടോബർ 17. ഇന്നലെയും മീന മോഹനിദ്രയിൽ പറഞ്ഞതനുസരിച്ച് കപ്പൽ കടലിൽ തന്നെയായിരുന്നു. കപ്പലെത്തിയാൽ അതിനുള്ളിൽ കയറാനുള്ള അനുവാദം ആർത്തർ സമ്പാദിച്ചു. ഒരു പ്രഭുവായ ആർത്തറിൻ്റെ അന്തസ്സുറ്റ പെരുമാറ്റം കപ്പൽ ഏജൻറ്റിനെയും അനുചരന്മാരെയും പ്രീതിപ്പെടുത്തിയിട്ടുണ്ടാവാം. പുറമെ പണവും നൽകി കാണും. ഒക്ടോബർ 24. ഒരാഴ്ചയായി ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. എല്ലാ ദിവസവും ആർത്തറിന് ടെലിഗ്രാം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എല്ലാറ്റിലും ഒരേ വിവരം തന്നെ. കപ്പൽ കടലിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിലും സന്ധ്യാസമയത്തും പ്രൊഫസർ മീനയെ ഹിപ്നോട്ടൈസ് ചെയ്തപ്പോൾ കിട്ടിയ വിവരം ഇതുതന്നെയാണ്. കാത്തിരിപ്പ് വല്ലാതെ മുഷിച്ചിലുണ്ടാക്കുന്നു. മീന പ്രസരിപ്പോടെ കഴിയുന്നു എന്നതാണ് എൻ്റെ ഏക സന്തോഷം. അവളുടെ ഉന്മേഷമാണ് എൻ്റെയും ഉന്മേഷം. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. ഒക്ടോബർ 25. ആർത്തറിന് കഴിഞ്ഞ ദിവസം ലഭിച്ച ടെലിഗ്രാം കണ്ടതു മുതൽ ഞങ്ങൾ യുദ്ധമുഖത്തെ സൈനികരുടെ മാനസികാവസ്ഥയിലാണ്. പക്ഷേ ഞങ്ങളുടെ ആകാംക്ഷയും അമ്പരപ്പുമൊന്നും മീനയിൽ കണ്ടില്ല. അവൾ ഒരു വികാരപ്രകടനവുമില്ലാതെ ശാന്തയായി തുടരുന്നു. അവൾ സത്യത്തിൽ ക്ഷീണിതയും അവശയുമാണ്. പക്ഷേ മറ്റാരും അത് ശ്രദ്ധിക്കരുതെന്ന മനഃപൂർവ്വമായ ഉദ്ദേശത്തോടെ കൃത്രിമമായും ഉത്സാഹവും ഉന്മേഷവും അവൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ജോനാഥൻ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നുമുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം അതല്ലെന്ന് എനിക്കും പ്രൊഫസർ വാൻ ഹെൽസിങ്ങിനും അറിയാം.
ഇക്കാര്യം ഞങ്ങൾ ഇടയ്ക്കിടെ സ്വകാര്യമായിട്ട് ചർച്ച ചെയ്യാറുമുണ്ട്. അതുപോലെ ഓരോ തവണ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോഴും പ്രൊഫസർ അവളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുമുണ്ട്. പ്രധാനമായി നോക്കുന്നത് പല്ല് കൂടുതൽ കൂർത്തു വന്നാൽ അത് അപകടകരമാണ്. അങ്ങനെ സംഭവിച്ചാൽ ആ സാധുവിന് ദയാവധം മാത്രമേ നൽകാനുള്ളൂ. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ദൈവമേ. ഇന്നലെ കാലത്ത് കപ്പൽ ഡാർസനസ് തുറമുഖത്ത് എത്തിച്ചേർന്നു എന്നാണ് ആർത്തറിന് കിട്ടിയ ടെലിഗ്രാമിൽ കണ്ടത്. അവിടെ നിന്ന് 24 മണിക്കൂർ കൊണ്ട് കപ്പൽ ഇവിടെ എത്തും. അതനുസരിച്ചാണെങ്കിൽ കാലത്ത് തന്നെ എത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതുവരെയും എത്തിയിട്ടില്ല. ഉച്ചയാകുമായിരിക്കും. എന്തായാലും 1 മണിയാകുമ്പോൾ എത്തണം. ഒക്ടോബർ 25 ഉച്ചയ്ക്ക് 1 മണി. കപ്പലിൻ്റെ ആഗമനം സംബന്ധിച്ച സൂചനയൊന്നുമില്ല. ഇന്ന് രാവിലെ ഹിപ്നോട്ടൈസ് വിവരവും പഴയതു തന്നെയായിരുന്നു. അവളുടെ അവസ്ഥയിൽ ഞാനും പ്രൊഫസറും അല്പം വിഷമത്തിലാണ്. ഉച്ചയോടുകൂടി അവൾ മയക്കത്തിലായി. അത് നല്ല ലക്ഷണമായി ഞങ്ങൾ കരുതുന്നില്ല. എങ്കിലും ആരോടും ഒന്നും പറഞ്ഞില്ല. രാവിലെ മുതൽ അവൾ അസ്വസ്ഥയായിരുന്നു. ഇപ്പോൾ നല്ല ഉറക്കമാണെന്നും വിളിച്ചിട്ടും ഉണരുന്നില്ലെന്നും ജോനാഥൻ വന്നു പറഞ്ഞപ്പോൾ ഞാൻ അവളുടെ മുറിയിൽ ചെന്നു പരിശോധിച്ചു. ഗാഠനിദ്രയിലാണ്. അതാണിപ്പോൾ നല്ലതെന്ന് ഞാനും കരുതി. കുറെ കഴിഞ്ഞ് അവൾ സ്വയം ഉണർന്നു. നല്ല ഉന്മേഷവതിയായി കാണപ്പെടുകയും ചെയ്തു. വൈകുന്നേരത്തെ പതിവ് ഹിപ്നോട്ടൈസിങ്ങിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് കരിങ്കടലിൽ എവിടെയോ കപ്പലുണ്ട്. അത് ഇങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 26. കപ്പൽ ഇനിയും തുറമുഖത്ത് എത്തിയിട്ടില്ല. 1 ദിവസം കൂടി കടന്നു പോയിരിക്കുന്നു. മീനിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് കപ്പൽ കടലിൽ തന്നെയാണ്. മൂടൽമഞ്ഞിൻ്റെ പ്രഭാവം കൂടുതലാണത്രേ. അത് പക്ഷേ മറ്റു കപ്പലുകാർക്കും അനുഭവപ്പെടുന്നുണ്ടത്രേ. ഏത് നിമിഷവും കപ്പൽ എത്തിച്ചേരാമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ്. ഒക്ടോബർ 27 ഉച്ച സമയം. വല്ലാത്തൊരു അതിശയം തന്നെ. ഇത്രയും സമയമായിട്ടും കപ്പലിനെക്കുറിച്ച് വിവരമൊന്നുമില്ല. ഇന്നലെ വൈകിട്ടും ഇന്ന് പുലർച്ചയ്ക്കും മീനിൽ നിന്ന് കിട്ടിയ വിവരം പതിവ് ശൈലിയിൽ തന്നെ തിരയടിക്കുന്നു, വെള്ളം കുതിച്ചു പായുന്നു എന്നും മറ്റുമായിരുന്നു. ഒക്ടോബർ 28 ലണ്ടനിൽ നിന്ന് കിട്ടിയ കപ്പൽ കമ്പനിയുടെ ടെലിഗ്രാം അനുസരിച്ച് കപ്പൽ ഗലാറ്റ്സിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. പെട്ടെന്ന് വന്ന ഈ മാറ്റം ഞങ്ങളെ തളർത്തുകയാണ്. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. ഒക്ടോബർ 28. ആ ടെലിഗ്രാം ഞങ്ങളിൽ ഏൽപ്പിച്ചത് അപ്രതീക്ഷിതമായ ഒരു ഷോക്കാണ്. ഇവിടെ എന്തിനേയും നേരിടാൻ സുസജ്ജരായി നിന്ന ഞങ്ങളെ ഈ വാർത്ത നിരാശയുടെ ആഴങ്ങളിലേക്ക് തള്ളിയിട്ടു. പ്രൊഫസർ മാൻ ഹെൽസിംഗ് 2 കൈകളും മേൽപോട്ടുയർത്തി പ്രാർത്ഥനയിൽ നിന്നോണം നിലകൊണ്ടു. പിന്നീട് അദ്ദേഹം എന്തോ ചിന്തിച്ചുറപ്പിച്ചതുപോലെ മുഖഭാവം ദൃഢമാക്കി. ആർത്തർ വല്ലാതെ നിരാശനായിരിക്കുന്നു. ഞാനും എന്തു വേണ്ടു എന്നറിയാതെ വിവശനായി. കെൻസിയുടെയും മുഖത്ത് അക്ഷമയും നൈരാശ്യവും പ്രകടമായി. മീനയുടെ വിളർച്ച കൂടിയിരിക്കുന്നു. അവളുടെ നെറ്റിയിലെ ചുവപ്പ് കലയ്ക്ക് തീക്ഷ്ണത കൂടിയതുപോലെയുണ്ട്. എല്ലാം ദൈവത്തിൽ അർപ്പിക്കും പോലെ അവൾ കൈകൂപ്പി നിന്നു. ജോനാഥൻ്റെ മുഖത്ത് കയ്പ് നിറഞ്ഞ ഒരു പുഞ്ചിരിയാണ് കണ്ടത്. സർവത്ര പ്രതീക്ഷയും നഷ്ടപ്പെട്ടവൻ്റെ ഓജസ്സറ്റ ചിരി. ഇപ്പോഴും അയാളുടെ കൈ അരയിലെ ഗുർഖ കത്തിയിലാണ്. എപ്പോഴാണ് ഗലാറ്റ്സിലേക്ക് അടുത്ത വണ്ടി പുറപ്പെടുന്നതെന്ന് പ്രൊഫസർ ചോദിച്ചു. നാളെ രാവിലെ 8:30. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മീന പറഞ്ഞു. മാഡം, മീനയ്ക്ക് ഇതെങ്ങനെ അറിയാം? ആർത്തർ ചോദിച്ചു. ഞാൻ എക്സെറ്ററിലായിരുന്നപ്പോൾ ജോനാഥന് പ്രയോജനപ്പെടുമെന്ന് കരുതി എല്ലാ തീവണ്ടികളുടെയും സമയം കുറിച്ച് വയ്ക്കുമായിരുന്നു. എപ്പോഴെങ്കിലും ഡ്രാക്കുളയുടെ കോട്ടയിലേക്ക് പോകേണ്ടി വന്നാൽ അത് ഗലാറ്റ്സ് വഴി ആയിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അങ്ങോട്ടുള്ള ട്രെയിൻ സമയം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇതല്ലാതെ ഗലാറ്റ്സിലേക്ക് പോകാൻ മറ്റു വഴികളൊന്നുമില്ല. ഏതെങ്കിലും സ്പെഷ്യൽ വണ്ടി ഉണ്ടാവുമോ? ആർത്തർ ആഗ്രഹം പ്രകടിപ്പിച്ചു. സാധ്യത കുറവാണ്, നിരാശയോടെ പ്രൊഫസർ പറഞ്ഞു. അഥവാ ഉണ്ടെങ്കിലും അത് വളരെ വൈകിയേ എത്തുകയുള്ളൂ. നമുക്ക് സമയം ഒട്ടും പാഴാക്കാനില്ല. ആർത്തർ പോയി നാളത്തെ യാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുക്കണം. ജോനാഥൻ കപ്പൽ ഏജൻറ്റിനെ കണ്ട് കപ്പൽ കയറാനുള്ള അനുവാദം ഗലാറ്റ്സിലെ ഏജൻറ്റിൻ്റെ പേരിൽ വാങ്ങണം. ക്വിൻസി വൈസ് കൗൺസിലിനെ കണ്ട് ഗലാറ്റ്സിൽ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാൻ അവിടുത്തെ കൗൺസിലിന് ഒരു ശുപാർശ കത്ത് വാങ്ങണം. ഞാനും ഡോക്ടർ മീനയും ഇവിടെ ഉണ്ടാകും. ഞങ്ങൾക്കും ചിലതൊക്കെ ചെയ്യാനുണ്ട്. മീനയുടെ പഴയ പ്രസരിപ്പ് വീണ്ടും തിരിച്ചു വന്നതുപോലെ തോന്നി. പഴയതുപോലെ എഴുതാനോ ടൈപ്പ് ചെയ്യാനോ മറ്റെന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാനോ എനിക്കിപ്പോൾ കഴിയും, ഉത്സാഹപൂർവ്വം അവൾ പറഞ്ഞു. മനസ്സിൽ നിന്നെന്തോ വലിയ ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നി. ആർത്തറും ക്വിൻസിയും ജോനാഥനും അവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കാനായി പോയി. പ്രൊഫസർ മീനയോട് പഴയ ഡയറികൾ എടുത്തുകൊണ്ടുവരാൻ ചുമതലപ്പെടുത്തി അയച്ചു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഡോക്ടർ, നാം മീനയെ ഹിപ്നോട്ടൈസ് ചെയ്ത് അവൻ്റെ നീക്കങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെ അവനും അവളുടെ ചേതനയെ ആവാഹിച്ച് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ സ്വാധീനം ശക്തമായപ്പോഴാണ് മീനയിൽ പൈശാചിക ഭാവം തെളിഞ്ഞു വന്നത്. അവളിലുള്ള സ്വാധീനം കൊണ്ടാണ് നാം ഇവിടെ എത്തിച്ചേർന്നെന്ന വിവരം അവൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് കപ്പൽ ഇവിടെ അടുപ്പിക്കാതെ ഗലാറ്റ്സിലേക്ക് തിരിച്ചുവിട്ടത്. താൻ സുരക്ഷിതനാണെന്ന് ഉറപ്പ് വന്നപ്പോൾ അവൻ മീനയുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. അവളിൽ നിന്നും അവന് ഇനി പ്രത്യേകിച്ചൊരു വിവരവും എടുക്കാനില്ല. മറിച്ച് അവളിലൂടെ അവൻ്റെ വിവരങ്ങളും നമുക്ക് ലഭിക്കാതെ വന്നേക്കാം.
പക്ഷേ ഒരു നല്ല കാര്യമുള്ളത് മീന അവൻ്റെ ശക്തമായ സ്വാധീനത്തിൽ നിന്നും മോചിക്കപ്പെട്ടു എന്നതാണ്. അവളിൽ ഇപ്പോൾ പ്രകടമാവുന്ന മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നതും അതാണ്. മീന മടങ്ങി വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചതിൻ്റെ തുടർച്ചയെന്നോണം പറഞ്ഞു. ആ പിശാച് എന്നിലൂടെ അനാവശ്യമായ വിവരങ്ങൾ ചോർത്തുന്നുണ്ടായിരുന്നിരിക്കണം. ആ അവസരങ്ങളിൽ ഞാൻ ശരിക്കും അനുഭവിച്ച ഭീകരാനുഭവങ്ങൾ വർണ്ണിക്കാനാവില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് വലിയൊരു ആശ്വാസം തോന്നുന്നുമുണ്ട്. ശരിയാണ് മോളെ, നിന്നിലൂടെയാണ് അവൻ നമ്മളിവിടെ എത്തിയ വിവരം മനസ്സിലാക്കി ഗലാഡ്സിലേക്ക് പോയത്, പ്രൊഫസർ പറഞ്ഞു. അധ്യായം 20. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. ഒക്ടോബർ 29. വാർത്തയിൽ നിന്ന് ഗലാഡ്സിലേക്കുള്ള ട്രെയിനിൽ വച്ചാണ് ഈ കുറിപ്പ് എഴുതുന്നത്. ഞങ്ങളുടെ ടീമിലെ എല്ലാവരും അവരവരെ ഏൽപ്പിച്ചിരുന്ന ജോലികൾ ചെയ്തിരുന്നു. ഗലാഡ്സിൽ എത്തിയാൽ ചെയ്യേണ്ട കാര്യങ്ങളും ആലോചിച്ചുറപ്പിച്ചു. ഇന്ന് കാലത്തും മീനെ പ്രൊഫസർ ഹിപ്നോട്ടൈസ് ചെയ്തെങ്കിലും വളരെയേറെ ബുദ്ധിമുട്ടിയാണ് അവളെ മോഹനിദ്രയിലാക്കാൻ കഴിഞ്ഞത്. ഡ്രാക്കുള അവളിൽ നിന്ന് അകലുന്നതിൻ്റെ ലക്ഷണമായിരുന്നു അത്. എങ്കിലും കുറച്ച് വിവരങ്ങൾ കിട്ടി. എനിക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ചലനമില്ല, തിരകളടിക്കുന്ന ശബ്ദവുമില്ല. അടുത്തും അകലെയുമായി മനുഷ്യ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ദൂരെ നിന്ന് ഒരു വെടിയൊച്ച കേട്ടു. തലയ്ക്ക് മുകളിൽ കാലച്ചകൾ കേൾക്കുന്നുണ്ട്, പ്രകാശം പരക്കുന്നത് പോലെ. ദേഹത്ത് കാറ്റടിക്കുന്നുമുണ്ട്. പിന്നെ മീന ചാടി എഴുന്നേറ്റു. ഉറക്കമുണരുന്നത് പോലെ അവൾ ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് ചായ വേണ്ടേ? ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടുവരാം. അവളുടെ ഉത്സാഹവും ഉന്മേഷവും കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. പ്രൊഫസർ പറഞ്ഞു. ഇപ്പോൾ മീന പറഞ്ഞതനുസരിച്ച് അവൻ കപ്പലിൽ തന്നെയുണ്ട്. പെട്ടിയിൽ നിന്ന് പുറത്തു വന്നാലും ആരുടെയെങ്കിലും സഹായമില്ലാതെ അവന് കരപറ്റാനാവില്ല. നാം എത്തുന്നതുവരെ മിക്കവാറും അവനും കപ്പലിൽ തന്നെ കഴിയേണ്ട അവസ്ഥയാണ്. അങ്ങനെയെങ്കിൽ പകൽ സമയത്ത് തന്നെ നമുക്കവനെ നേരിടാൻ കഴിയും. പിറ്റേന്ന് പുലർച്ചയ്ക്കും അവളെ വളരെ ബുദ്ധിമുട്ടി പ്രൊഫസർ ഹിപ്നോട്ടൈസ് ചെയ്തു. അപ്പോഴും ഇങ്ങനെയാണ് അവൾ പറയുന്നത്. എവിടെയും ഇരുട്ടാണ്. തിരമാലകളുടെ ശബ്ദം കേൾക്കാം. തടികൾ കൂട്ടുമുട്ടുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. 3 മണിക്കൂർ വൈകിയാണ് ഞങ്ങളുടെ ട്രെയിൻ ഗലാഡ്സിൽ എത്തിയത്. അപ്പോഴേക്കും സൂര്യൻ ഉദിച്ചിരുന്നു. അപ്പോഴും സൂര്യാസ്തമയത്തിനു മുൻപും മീനയിൽ നിന്ന് വിവരം കിട്ടാൻ വളരെ വിഷമിച്ചു. ശരിക്കും പ്രഭുവുമായുള്ള അവളുടെ ബന്ധം അറ്റുകൊണ്ടിരിക്കുകയാണ്. അവൾക്കത് നല്ലതായി ഭവിച്ചേക്കും എന്ന ആശ്വാസത്തിലാണ് ഞങ്ങൾ. ജോനാഥൻ്റെ ഡയറി. ഒക്ടോബർ 30. പ്രൊഫസർ വാൻ ഹെൽസിങ്ങും ഞാനും കൂടി 9 മണിയോടെ കപ്പൽ ഏജൻറ്റിനെ കാണാൻ പോയി. വേണ്ട സഹായങ്ങൾ ചെയ്തു തരണമെന്നാവശ്യപ്പെട്ട് ആർത്തർ ലണ്ടനിലെ കപ്പലുടമകൾക്ക് നേരിട്ട് കമ്പിയടിച്ചിരിക്കുന്നു. അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. ജീവനക്കാർ ഞങ്ങളെ സ്വീകരിച്ച് കപ്പലിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഡൊണാൽഡ്സൺ എന്നു പേരായ ക്യാപ്റ്റനെ പരിചയപ്പെടുത്തി. യാത്രയൊക്കെ കുഴപ്പമില്ലായിരുന്നു എന്നും ലണ്ടനിൽ നിന്ന് കരിങ്കടലിലേക്ക് കടന്നപ്പോൾ ഉണ്ടായ മൂടൽമഞ്ഞ് കപ്പലിനെ സദാ വലയം ചെയ്തു നിന്നിരുന്നു എന്നും ക്യാപ്റ്റൻ പറഞ്ഞു. അങ്ങനെ ജിബ്രാൾട്ടർ കടന്ന് ഡാർഡനിൽസിലെത്തി. മൂടൽമഞ്ഞ് മാറും വരെ അവിടെ കിടക്കേണ്ടി വന്നു. പിന്നീട് ഉച്ചയോടെ യാത്ര തുടർന്നു. കുറേ ദൂരം പിന്നിട്ടപ്പോൾ റൊമേനിയക്കാരായ ചില യാത്രക്കാർ എന്നെ സമീപിച്ചു. ലണ്ടനിൽ നിന്ന് വലിയൊരു പെട്ടിയുമായി കയറിയ അവലക്ഷണം പിടിച്ച ആ മനുഷ്യനെക്കുറിച്ചാണ് അവർ പരാതിപ്പെട്ടത്. ആ പെട്ടി കടലിലേക്ക് എറിയണമെന്നാണ് അവരുടെ വാദം. ഇങ്ങനെയൊന്നും ചെയ്യാനാവില്ലെന്നും അവനവൻ്റെ കാര്യം നോക്കാനുമാണ് ഞാൻ അവരോട് പറഞ്ഞത്. അത് കഴിഞ്ഞുടൻ മൂടൽമഞ്ഞ് കപ്പലിനെ മൂടി. അപ്പോൾ ആ പെട്ടി മൂലമായിരിക്കുമോ ഈ മൂടൽമഞ്ഞുണ്ടായെന്ന ഒരു വിചാരം എനിക്കുമുണ്ടായി. 5 ദിവസത്തേക്ക് മഞ്ഞിന് ഒരു മാറ്റവും ഉണ്ടായില്ല. പിന്നീട് സൂര്യപ്രകാശം നേരെ കാണാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഗലാഡ്സിൽ തുറമുഖത്തേക്കുള്ള നദിയിലെത്തിയിരുന്നു. ഈ സമയം യാത്രക്കാർ പെട്ടി കടലിൽ എറിയണമെന്ന് പറഞ്ഞ് വീണ്ടും ബഹളം കൂട്ടി. കുറേ പേർ ചേർന്ന് അത് വലിച്ചു കൊണ്ടുവരികയും ചെയ്തു. പെട്ടി ഈ തുറമുഖത്ത് ഇറക്കാനുള്ളതാണെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുകയാണ് ഞാൻ ചെയ്തത്. അതിനിടയിൽ ലണ്ടനിൽ നിന്ന് ഒരു ടെലിഗ്രാം കിട്ടി. ഡ്രാക്കുള എന്ന പേരുള്ള ഒരു പ്രഭുവിന് പെട്ടി കൈമാറണമെന്നായിരുന്നു അതിലെ നിർദ്ദേശം. അതനുസരിച്ച് തുറമുഖത്ത് വന്നയാളിന് ഞാൻ പെട്ടി കൈമാറുകയും ചെയ്തു. പെട്ടി കൈപ്പറ്റിയ ആളിൻ്റെ പേരെന്താണ്? വാൻ ഹെൽസിംഗ് ചോദിച്ചു. ക്യാപ്റ്റൻ ഒരു രസീത് എടുത്തു കാണിച്ചു. ഇമ്മാനുവേൽ ഹെൽസേഷ്യം, ബർജൻഡ്രാഡെ 16 എന്ന വിലാസമാണ് അതിലുണ്ടായിരുന്നത്. പെട്രോവ് സ്റ്റാൻസ്കി എന്നയാളെയാണ് പെട്ടി ഏൽപ്പിച്ചത്. അയാൾ ഡന്യൂബ് നദിമുഖത്ത് വ്യാപാരം നടത്തുന്ന സ്ലോവാക്കുകളുമായി ബന്ധമുള്ളയാളാണത്രേ. ഇത്രയൊക്കെ ക്യാപ്റ്റൻ അറിയൂ. ഞങ്ങൾ പെട്രോഫിനെ അന്വേഷിച്ചിറങ്ങി. അയാളെ കണ്ടില്ല. അയൽവാസികൾ പറഞ്ഞത് 2 ദിവസമായി അയാളെ അവിടെ കാണാറില്ലെന്നാണ്. അന്വേഷണം വഴിമുട്ടി ഞങ്ങൾ നിൽക്കുമ്പോൾ ഒരാൾ ഓടിക്കിരിച്ചെത്തി പറഞ്ഞു, പെട്രോഫ് പള്ളിപ്പറമ്പിൽ മരിച്ചു കിടക്കുന്നു. ഏതോ വന്യമൃഗങ്ങൾ കഴുത്ത് കടിച്ചു മുറിച്ച നിലയിലാണത്രേ കണ്ടത്. ആളുകൾ ശവം കാണാൻ ഓടുന്നതിനിടയിൽ ഞങ്ങൾ തിരികെ പോന്നു. അനന്തര നടപടികളെക്കുറിച്ച് ഒരു രൂപവും കിട്ടാതെ ഞങ്ങൾ വിഷണ്ണരായി. ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, ജലമാർഗം ആ പെട്ടി എങ്ങോട്ടോ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് അത് പോകുന്നതെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും മടങ്ങി ഹോട്ടലിലെത്തി. ഉണ്ടായതൊക്കെ മീനയോട് പറയണമോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചു. സംഗതികൾ പിടിവിട്ടു പോവുകയാണ്. ഏതായാലും മീനയോട് പറയാമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. മീനയുടെ ഡയറി. ഒക്ടോബർ 30 വൈകുന്നേരം. എല്ലാവരും വളരെ ക്ഷീണിതരും നിരാശരുമാണ്. അവർക്ക് അല്പം വിശ്രമം അത്യാവശ്യമുണ്ട്.
കുറച്ച് സമയം എല്ലാവരും കിടന്നുറങ്ങാൻ ഞാൻ പറഞ്ഞു. ആ സമയത്ത് ഇതുവരെയുള്ള കാര്യങ്ങൾ എനിക്ക് ടൈപ്പ് ചെയ്ത് തീർക്കുകയും ആവാം. ക്വിൻസി എനിക്ക് സമ്മാനിച്ചതാണ് ഈ കൊച്ചു ടൈപ്പ് റൈറ്റർ. ഞാൻ ഇതുവരെ വായിക്കാത്ത ചില കുറിപ്പുകൾ വാൻ ഹെൽസിംഗ് തന്നിട്ടുണ്ട്. അത് വായിക്കണം. ഒരുപക്ഷെ ദൈവാധീനത്താൽ എനിക്ക് വല്ല വഴിയും തെളിഞ്ഞു കിട്ടിയാലോ? ഡ്രാക്കുള അവൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാനാണ് സാധ്യത. സ്വന്തം നിലയിൽ അയാൾക്ക് പോകാനാവില്ല. മറ്റാരുടെയെങ്കിലും സഹായം കൂടിയേ തീരൂ. റോഡ് മാർഗമോ റെയിൽ മാർഗമോ പോകാം. ഏത് വഴിയായിരിക്കും അയാൾ തിരഞ്ഞെടുത്തിരിക്കുക? റോഡ് മാർഗമുള്ള യാത്ര അയാൾക്ക് ദുഷ്കരമാണ്. ആരുടെയും കണ്ണിൽപ്പെടാതെ നഗരം വിട്ടുപോകുക എളുപ്പമല്ല. പെട്ടി കണ്ട് അതിലെന്താണെന്ന് ആരെങ്കിലും അന്വേഷിച്ചാൽ കുഴപ്പമാകും. വഴിക്ക് കസ്റ്റംസ്, നികുതി ഉദ്യോഗസ്ഥരുടെ പരിശോധനകളും ഉണ്ടാകും. റെയിൽ മാർഗവും അത്ര സുഖകരമല്ല. പെട്ടിക്കൊപ്പം ആരെങ്കിലും ഉണ്ടാവണം. അതിന് പറ്റിയ ആളെ കണ്ടുപിടിക്കാൻ സമയമെടുക്കും. അത്തരം താമസങ്ങൾ അയാളെ കുഴപ്പത്തിലാക്കും. സുരക്ഷിതമായ അഭയകേന്ദ്രമുണ്ടാവണം. ഇതെല്ലാം പ്രശ്നമാണ്. മറ്റൊരു വഴിയുള്ളത് ജലമാർഗമാണ്. അതായിരിക്കുമോ അയാൾ തിരഞ്ഞെടുത്തിരിക്കുക? അയാളിപ്പോൾ ജലമാർഗമാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് പ്രൊഫസറുടെ നിരീക്ഷണം. പക്ഷേ അപ്പോഴും പകൽ സമയം അവൻ പെട്ടിയിൽ നിന്ന് പുറത്തു വരാനാവില്ല. രാത്രിയുടെ യാമങ്ങൾ മാത്രമേ അവന് പ്രവർത്തിക്കാൻ കഴിയൂ. മൂടൽ മഞ്ഞിനെയും കാറ്റിനെയുമൊക്കെ അവൻ ഇംഗിതമനുസരിച്ച് പ്രവർത്തിപ്പിക്കും. പക്ഷേ അവൻ സഞ്ചരിക്കുന്ന ബോട്ടോ വഞ്ചിയോ വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ പെട്ടി വെള്ളത്തിൽ താഴും. അതോടെ അവൻ്റെ കഥ കഴിയും. വാസ്തവത്തിൽ അവൻ ലണ്ടനിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഗലാഡ്സിലേക്കാവും ബുക്ക് ചെയ്തത്. ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാവും വാർത്തയിലേക്കിന്ന് പ്രചരിപ്പിച്ചത്. സൂര്യോദയത്തിന് മുൻപ് തന്നെ പെട്ടി പെട്രോഫിൻ്റെ കയ്യിൽ എത്തിക്കാണും. പെട്രോഫിനെ കൊണ്ട് ഡ്രാക്കുള അത് പുഴക്കരയിൽ എത്തിച്ചിട്ടുണ്ടാവും. അവിടെ എത്തിയപ്പോൾ പെട്രോഫിൽ നിന്നും തൻ്റെ നീക്കങ്ങൾ ആരും മനസ്സിലാക്കരുതെന്ന് കരുതി ആ ചെകുത്താൻ പെട്രോഫിനെ കൊന്നതാവും. സംശയമില്ല. സ്ലോവാക്കുകൾക്ക് സഞ്ചരിക്കാൻ പറ്റിയതായി 2 നദികളെ ഉള്ളെന്നാണ് ഭൂപടത്തിൽ നോക്കിയപ്പോൾ മനസ്സിലായത്. ഹിപ്നോട്ടൈസ് ചെയ്യപ്പെട്ട അവസ്ഥയിൽ ഞാൻ പശു കരയുന്ന ശബ്ദം കേട്ടതും വെള്ളം സമനിരപ്പിൽ ഒഴുകിയിരുന്നതായും മരപ്പലകൾ കൂട്ടിമുട്ടുന്നതുമൊക്കെ അനുഭവപ്പെട്ടതായി പറഞ്ഞതിൻ്റെ അർത്ഥം ഡ്രാക്കുള ഇപ്പോഴും പെട്ടിക്കുള്ളിൽ തന്നെയാണെന്നാണല്ലോ. ശരീരത്തിൽ കാറ്റ് തട്ടുന്നതായി തോന്നിയതിൻ്റെ അർത്ഥം അവൻ തുറന്ന ബോട്ടിലാണ് സഞ്ചരിക്കുന്നതെന്നാണ്. ബോർഹോ ചുരത്തെ ചുറ്റി ഒഴുകുന്ന നദിയാവും ഡ്രാക്കുള കോട്ടയിൽ എത്തിച്ചേരാൻ അവന് ഏറ്റവും അനുയോജ്യം. എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാനീ കുറിക്കുന്നതൊക്കെ. അവർ വരുമ്പോൾ ഇത് വായിച്ചു കേൾപ്പിക്കാം. പിന്നെ എന്തു വേണമെന്ന് അവർ തീരുമാനിക്കട്ടെ. എനിക്കിപ്പോൾ നല്ല മനഃശക്തിയും മനസ്വാസ്ഥ്യവും തോന്നുന്നുണ്ട്. അവന് എൻ്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നതിൻ്റെ ലക്ഷണമാണോ ഇത്? ദൈവമേ, എന്നെ രക്ഷിക്കണേ. അവർ വന്നപ്പോൾ ഞാൻ എൻ്റെ കുറിപ്പ് വായിച്ചു കേൾപ്പിച്ചു. ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെയേറെയായിരുന്നു അവരുടെ അഭിനന്ദന പ്രവാഹം. പ്രൊഫസർ എന്നെ വാത്സല്യത്തോടെ നോക്കി പറഞ്ഞു, നീ മിടുക്കിയാണ്, ബുദ്ധിമതിയാണ്, ഞങ്ങൾക്കെല്ലാം ഗൈഡാണ് നീ. അത് കേട്ട് അഭിമാനപൂരിതനായ ജോനാഥൻ എന്നെ ഗാഢമായി ആലിംഗനം ചെയ്തു. മറ്റുള്ളവരും ആംഗ്യം കൊണ്ടും ചിരി കൊണ്ടും എന്നെ ശ്ലാഘിച്ചു. എനിക്കും വലിയ അഭിമാനം തോന്നി. നിർബന്ധം പിടിച്ച് അവർക്കൊപ്പം ചാടിപ്പുറപ്പെട്ടതുകൊണ്ട് ഞാൻ അവർക്കൊരു ഭാരമായില്ലെന്ന് മാത്രമല്ല, ആവുന്ന സഹായം ചെയ്യാനും എനിക്ക് കഴിയുന്നുണ്ടല്ലോ എന്നതാണ് എൻ്റെ ആശ്വാസം. എൻ്റെ മനസ്സ് വായിച്ചതുപോലെ പ്രൊഫസർ പറഞ്ഞു, മോളെ, നീ ഞങ്ങളുടെ വഴികാട്ടിയും ഗുരുവും രക്ഷകയുമായി മാറിയിരിക്കുന്നു. നിന്റെ നിഗമനം പൂർണ്ണമായും ശരിയാണെന്നും അതനുസരിച്ച് നീങ്ങിയാൽ വിജയമുറപ്പാണെന്നും എൻ്റെ മനസ്സ് മന്ത്രിക്കുന്നു. നന്ദി മോളെ, നന്ദി. അത് കേട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ സന്തോഷാശ്രുക്കളാൽ നിറഞ്ഞു. ഞാനിപ്പോഴും എൻ്റെ ഭർത്താവിൻ്റെ കരവലയത്തിലാണെന്ന് ഓർമ്മിപ്പിക്കാനെന്നോണം ജോനാഥൻ എന്നെ ഒന്നുകൂടി ശക്തിയായി മാറോട് അമർത്തി. അവർ പ്ലാനിംഗ് തുടങ്ങി. ആർത്തർ ഒരു ബോട്ടിലും ക്വിൻസി കുതിരപ്പുറത്തും അവനെ പിന്തുടരാൻ തീരുമാനിച്ചു. ജലമാർഗവും കരമാർഗവും അവൻ രക്ഷപ്പെടാൻ പാടില്ല. അപ്പോൾ പ്രൊഫസർ ഉത്സാഹപൂർവ്വം പറഞ്ഞു, നല്ല ആശയം. ജലമാർഗം ആർത്തർക്കൊപ്പം ജോനാഥനും ഉണ്ടാകണം. കരമാർഗം ക്വിൻസിക്കൊപ്പം ഡോക്ടറും പോകണം. എല്ലാവരും സദാ ആയുധം കരുതിക്കൊള്ളണം. സ്ലോവാക്കുകൾ ക്രൂരന്മാരും ആയുധധാരികളുമായിരിക്കും. അവരെ നേരിടേണ്ടി വന്നാൽ ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടതായി വരും. പിന്നെ ഞാനും മീനയും കൂടി ഡ്രാക്കുളയുടെ കോട്ടയിലേക്ക് പോകുന്നു. അങ്ങോട്ടുള്ള വഴിയൊക്കെ ജോനാഥൻ്റെ ഡയറിയിൽ സ്പഷ്ടമായി കുറിച്ചിട്ടുണ്ടല്ലോ. മീനയെ ഇടയ്ക്കിടെ ഹിപ്നോട്ടൈസ് ചെയ്ത് എനിക്ക് ഡ്രാക്കുളയുടെ നീക്കങ്ങൾ അറിയാൻ കഴിയും. ഡ്രാക്കുളയ്ക്ക് പുറമെ ആ കോട്ടയിൽ അവൻ മൂലം രക്തരക്ഷസുകളായ അനേകം ആത്മാക്കൾ കാണും. ജോനാഥൻ തന്നെ അവിടെ 3 നിശാസുന്ദരികളെ കണ്ടതായി പറഞ്ഞിട്ടുണ്ടല്ലോ. അവരെയും നമുക്ക് രക്ഷപ്പെടുത്തണം. അങ്ങനെ ഈ രക്തരക്ഷസുകളുടെ വംശം ഇല്ലാതാക്കണം. ഇത് കേട്ട് വികാരഭരിതനായി ജോനാഥൻ പറഞ്ഞു, പ്രൊഫസർ, അങ്ങയുടെ ആശയമൊക്കെ നല്ലത് തന്നെ. പക്ഷേ മീനയെ ഡ്രാക്കുളയുടെ കോട്ടയിലേക്ക് കൊണ്ടുപോകണോ? ഇപ്പോൾ തന്നെ അവൾ ആ പിശാചിൻ്റെ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ അവൻ്റെ സങ്കേതത്തിലേക്ക് അവളെ എത്തിക്കുന്നത് സാഹസികത മാത്രമല്ല, വിവരക്കേടും കൂടിയാണ്. അത് വലിയ അപകടങ്ങളുണ്ടാക്കും. ആ കോട്ടയിലെ ഭീകരാന്തരീക്ഷം നിങ്ങൾക്കാർക്കും ഊഹിക്കാൻ പോലുമാവില്ല. അത് അനുഭവിച്ചവൻ എന്ന നിലയിലാണ് ഞാൻ അപേക്ഷിക്കുന്നത്. മീനയെ അങ്ങോട്ട് കൊണ്ടുപോകരുത്, പ്ലീസ് പ്രൊഫസർ. പ്രിയപ്പെട്ട ജോനാഥൻ, എനിക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ ഊഹിക്കാൻ കഴിയും. ഇതിനകം തന്നെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ വളരെയധികം സഹിച്ചു കഴിഞ്ഞു. മീനയുടെ ദുരിതങ്ങൾ ഭർത്താവെന്ന നിലയിൽ നിങ്ങളുടെ ഹൃദയം തകർത്തിരിക്കുന്നു.
ഇതല്ല ഇതിലും പരുക്കനായി നിങ്ങൾ സംസാരിച്ചാലും അത്ഭുതമില്ല. എന്നാൽ ഞാൻ പറയുന്നത് കൂടി ദയവായി ശ്രദ്ധിച്ചു കേൾക്കണം. ആ നശിച്ച സ്ഥലത്തേക്ക് അവളെ കൊണ്ടുപോകണമെന്ന് അവളെ പിതൃതുല്യം സ്നേഹിക്കുന്ന എനിക്കും താല്പര്യമുണ്ടാവുമോ? അവളുടെ ലോല ഹൃദയത്തിന് താങ്ങാൻ കഴിയാത്ത പല കാഴ്ചകളും അനുഭവങ്ങളും അവിടെ ഉണ്ടാകുമെന്ന് ഊഹിക്കാനും എനിക്ക് കഴിയും. എന്നിട്ടും എന്തുകൊണ്ട് പോകുന്നു എന്നാണെങ്കിൽ പറയാം. നമ്മുടെ ശത്രു ഇക്കുറി രക്ഷപ്പെട്ടാൽ അവൻ നൂറ്റാണ്ടുകൾ നീളുന്ന നിദ്രയിലായിരിക്കും. അതിനകം ജോനാഥൻ കോട്ടയിൽ കണ്ട സുന്ദരി യക്ഷികളെപ്പോലെ നമ്മുടെ മീനയും ഒരു രക്തരക്ഷസായി മാറും. അവളും തുടർന്നങ്ങോട്ട് മനുഷ്യരക്തം ഊറ്റിക്കുടിച്ച് ഗതി കിട്ടാതെ അലയും. അത് വേണോ? നമുക്കത് ഒഴിവാക്കണ്ടേ? അങ്ങ് സതുദ്ദേശത്തോടെ എന്നും പറയുകയും പ്രവർത്തിക്കുകയുമുള്ളൂ എന്നെനിക്കറിയാം. എന്നാലും എൻ്റെ പരിഭ്രമം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. ശരി, എല്ലാം അങ്ങ് തീരുമാനിക്കുന്നത് പോലെ നടക്കട്ടെ. ജോനാഥൻ അർത്ഥമനസ്സോടെയാണെങ്കിലും സമ്മതം മൂളി. തുടർന്ന് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളായി. ആർത്തറും ജോനാഥനും കൂടി നല്ലൊരു ബോട്ട് ഏർപ്പാടാക്കി. ഡോക്ടർ സെവാർഡും ക്വിൻസിയും നല്ല 2 കുതിരകളെയും കണ്ടുപിടിച്ചു. എല്ലാവരും ആവശ്യമുള്ള ആയുധങ്ങളും എടുത്തിട്ടുണ്ട്. പ്രൊഫസറും ഞാനും ട്രെയിനിൽ വാസ്നിയിലേക്ക് തിരിക്കും. അവിടെ നിന്ന് കുതിരവണ്ടിയിൽ ബോർഗോ ചുരത്തിലേക്ക് പോകും. ഇതാണ് ഞങ്ങളുടെ പരിപാടി. ജോനാഥൻ്റെ ഡയറി. ഒക്ടോബർ 30 രാത്രി. ആർത്തർ ബോട്ട് ഓടിക്കുന്നതിൽ അതിസമർത്ഥനാണ്. അയാൾ ഓടിക്കുന്ന ബോട്ടിലിരുന്നാണ് ഞാനിത് കുറിക്കുന്നത്. ഡോക്ടറും ക്വിൻസിയും കുതിരപ്പുറത്ത് നദിയുടെ വലതുകരയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇരുവർക്കും ഓരോ കുതിരക്കാരുമുണ്ട്. ആരും ഒന്നും സംശയിക്കാതിരിക്കാനുള്ള ജാഗ്രതയുടെ ഭാഗമാണിത്. കുറേ ദൂരം പിന്നിട്ട് കഴിയുമ്പോൾ കുതിരക്കാരെ പറഞ്ഞുവിടും. പിന്നെയുള്ള യാത്ര ഇരുവരും മാത്രമായിട്ടായിരിക്കും. അതിഭീകരമായ ഒരു ഏറ്റുമുട്ടലിന് ഒരുങ്ങി സധൈര്യം മുന്നേറുകയാണ് ഞങ്ങൾ. സധൈര്യം എന്ന് പറയുമ്പോൾ മരണത്തെയും ഭയപ്പെടുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഇത് ലോകോപകാരാർത്ഥമുള്ള ആത്മബലി തന്നെയാണ്. നവംബർ 1 വൈകുന്നേരം ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇതിനകം മറ്റു പല ബോട്ടുകളും ഞങ്ങൾ കണ്ടു. അവയിലൊന്നും ആ പെട്ടിയുണ്ടായിരുന്നില്ല. തികച്ചും അവിശ്വസനീയമായ വേഗതയിൽ ഒരു ബോട്ട് മറ്റുള്ളവയെല്ലാം മറികടന്ന് പാഞ്ഞു പോകുന്നത് കണ്ടതായി പല ബോട്ടുകാരും പറഞ്ഞു. എങ്കിൽ അത് അവൻ തന്നെയായിരിക്കും. അവന് മാത്രമേ അത്ര അമാനുഷിക അത്ഭുതങ്ങളൊക്കെ കാണിക്കാൻ കഴിയൂ. പെട്ടിക്കുള്ളിൽ കിടന്നുകൊണ്ട് തന്നെ അതൊക്കെ അവൻ ചെയ്യിക്കുമെന്ന് ഇതിനകം ബോധ്യപ്പെട്ടതാണല്ലോ. നവംബർ 2 രാവിലെ. ഇന്നലെ രാത്രി ഞാൻ നന്നായി ഉറങ്ങിപ്പോയി. ആർത്തറെ തനിച്ചിരുത്തി ഉറങ്ങിയതിൽ ഞാൻ മാപ്പ് ചോദിച്ചു. പക്ഷേ കക്ഷിക്ക് അതിലൊന്നും ഒരു പരിഭവമില്ല. രാത്രി മുഴുവൻ ഉറക്കമിളച്ചിരുന്ന് ബോട്ട് ഓടിച്ചിട്ടും പുള്ളിക്കാരന് ഒരു ക്ഷീണവുമില്ല. നല്ല ഉഷാറോടുകൂടി ബോട്ട് ഓടിക്കുന്നു. പ്രൊഫസറും മീനയും ഇപ്പോൾ ബോൾഗോ ചുരത്തിലെത്തിയിരിക്കും. ഏറ്റവും അപകടകരമായ ദൗത്യമാണ് അവരുടേത്. സിംഹത്തിൻ്റെ മടയിലേക്കാണ് അവർ പോയിരിക്കുന്നത്. ആ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകതയും പിന്നെ ആ കൊട്ടാരത്തിൻ്റെ ഭീകരദൃശ്യവുമൊക്കെ മീനയുടെ വീണ്ടെടുത്ത ആരോഗ്യവും ഉന്മേഷവും നശിപ്പിക്കുമോ എന്നാണ് എൻ്റെ ഭയം. പ്രൊഫസർക്കൊപ്പമാണല്ലോ അവൾ എന്നത് മാത്രമാണ് എൻ്റെ ഏക ആശ്വാസം. അദ്ദേഹം ദൃഢചിത്തനും ഭയലവലേശമില്ലാത്തവനും ഇത്തരം ശക്തികളുടെ ആക്രമണ രീതിയും അത് ചെറുക്കാനുള്ള മാർഗം പഠിച്ചവനും പക്വമതിയും ആയതുകൊണ്ടും മീനയെ സ്വന്തം മകളെപ്പോലെ സ്നേഹിക്കുന്നതുകൊണ്ടും എല്ലാ ശ്രദ്ധയും എടുത്തുകൊള്ളും എന്നതിൽ എനിക്ക് സംശയമില്ല. അവരിരുവരെയും ദൈവം കാത്തുരക്ഷിക്കട്ടെ. ക്വിൻസിയും സെവാർഡും കരമാർഗം സഞ്ചരിക്കുന്നുണ്ട്. ഈ നദിയുടെ തീരത്തുകൂടി തന്നെയാണ് അവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈകാതെ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയേക്കാം. അതും ദൈവഹിതം പോലെ വരട്ടെ. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. നവംബർ 4. 4 ദിവസമായി വിശ്രമമില്ലാത്ത യാത്രയിലായിരുന്നു ഞാനും ക്വിൻസിയും. ഇടയ്ക്ക് കുതിരകൾക്ക് തീറ്റ കൊടുക്കാനും വിശ്രമിക്കാനും പരിമിതമായ സമയം എടുത്തതൊഴിച്ചാൽ 1 മിനിറ്റ് പോലും ഞങ്ങൾ പാഴാക്കിയിട്ടില്ല. ഇതിനിടയിൽ ചില യാത്രക്കാരിൽ നിന്നും ഒരു വിവരം കിട്ടി. ഒരു വലിയ ബോട്ട് അവിശ്വസനീയമായ വേഗതയിൽ നദിയിലൂടെ പാഞ്ഞു പോകുന്നത് കണ്ടതായി അവർ പറഞ്ഞു. അസാമാന്യമായ അതിൻ്റെ വേഗത കണ്ടാണ് പലരും ശ്രദ്ധിച്ചതത്രേ. അതുമാത്രമല്ല, അതിന് ഇടയ്ക്കിടെ എൻജിൻ തകരാറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കരയിലടുപ്പിച്ച് നാട്ടിലെ മെക്കാനിക്കുകളുടെ സഹായത്താൽ കേടുതീർത്താണ് അവർ യാത്ര തുടർന്നിരുന്നത് എന്നും ചിലർ പറഞ്ഞു. അത് അവൻ തന്നെയായിരിക്കും. ഞങ്ങൾ കുതിരകളെ അതിവേഗത്തിൽ പായിച്ചു. മീനയുടെ ഡയറി. ഒക്ടോബർ 31. ഇന്ന് രാവിലെ പ്രൊഫസർ എന്നെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഒരു ഫലവും ഉണ്ടായില്ല. ഇരുട്ട്, കൂരിരുട്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോൾ പ്രഭുവുമായുള്ള തരംഗബന്ധം കുറഞ്ഞു വരികയാണ്. ഒരു തരത്തിൽ അത് നല്ലതാണെങ്കിലും ഇപ്പോഴത്തെ പ്രത്യേക പരിതസ്ഥിതിയിൽ അയാളുടെ നീക്കങ്ങൾ കൃത്യമായി അറിയാൻ കഴിയാത്തത് ദോഷം തന്നെയാണ്. പ്രൊഫസർ ഒന്നും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം ചിന്താഗ്രസ്തനാകുന്നത് കാണുമ്പോൾ ഞാനത് ഊഹിക്കും. ഉച്ചയോടെ ഞങ്ങൾ വെറൈസ്റ്റിയിൽ എത്തിച്ചേർന്നു. എന്നെ അവിടെ നിർത്തിയിട്ട് പ്രൊഫസർ കുതിരവണ്ടി ഏർപ്പാടാക്കാൻ പോയി. ഏറെ പ്രകൃതി മനോഹരമായ പ്രദേശമാണിത്. പട്ടണങ്ങളെ അപേക്ഷിച്ച് ഇത്തരം ഗ്രാമീണാന്തരീക്ഷം എത്ര ഹൃദയഹാരിയാണ്. പ്രകൃതി ഒരുക്കിയ അകൃത്രിമ ദൃശ്യങ്ങൾ ഏതൊരു കലാകാരനെയും ചിത്രകാരനെയും അത്ഭുതപ്പെടുത്തും. ഇടതൂർന്ന് വളരുന്ന വിവിധയിനം വൃക്ഷങ്ങൾ, സസ്യങ്ങൾ, വള്ളിക്കുടിലുകൾ, പാറക്കെട്ടുകൾ, പൂക്കൾ, പക്ഷികൾ. ഞാനങ്ങനെ എല്ലാം മറന്നു നിൽക്കുമ്പോൾ ഒരു കുതിരവണ്ടി അടുത്തെത്തി. അത് പ്രൊഫസറായിരുന്നു. ഞാൻ വണ്ടിയിൽ കയറി. ഞങ്ങൾ യാത്ര തിരിച്ചു. എന്തൊക്കെ അനുഭവങ്ങളാണാവോ ഞങ്ങളെയും കാത്തിരിക്കുന്നത്.
ഇനി ഇങ്ങനെയൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. എല്ലാം ദൈവനിശ്ചയം പോലെ വരട്ടെ. നവംബർ 1. വളരെ വേഗത്തിലാണ് ഞങ്ങളുടെ യാത്ര. എനിക്ക് ബോറടിക്കാതിരിക്കാനും ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ച് വിഷമിക്കാതിരിക്കാനുമായിരിക്കും. പ്രൊഫസർ രസകരമായി സംസാരിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് അറിയാത്ത വിഷയമൊന്നുമില്ല. അതെല്ലാം രസകരമായി അവതരിപ്പിക്കാനും അറിയാം. ഒരു പിതാവിൻ്റെ വാത്സല്യമാണ് അദ്ദേഹം എന്നിൽ ചൊരിയുന്നത്. ഇന്ന് എന്നിൽ കാണുന്ന ആത്മവിശ്വാസം സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ സമീപനം കൊണ്ടുണ്ടായതാണ്. ഇടയ്ക്ക് വിശ്രമിക്കാനും ആഹാരം കഴിക്കാനുമൊക്കെ ഞങ്ങൾ ആശ്രയിച്ചത് ഗ്രാമീണ ഗൃഹങ്ങളെയായിരുന്നു. അവരെല്ലാം തന്നെ കളങ്കമറ്റ സ്നേഹവും ആതിഥ്യമര്യാദയും പ്രകടിപ്പിച്ചു. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ വൃദ്ധയായ സ്ത്രീ എൻ്റെ നെറ്റിയിലെ മുറിവിലേക്ക് ഭയപ്പാടോടെ നോക്കുകയും എന്തൊക്കെയോ കൈക്രിയകൾ കാണിക്കുകയും ചെയ്തു. പിന്നീട് അത് മറയ്ക്കും വിധം തൊപ്പി ധരിച്ചുകൊണ്ടാണ് ഞാൻ യാത്ര തുടർന്നത്. ഇന്നും പ്രൊഫസർ വളരെയധികം അധ്വാനിച്ചാണ് എന്നെ ഹിപ്നോട്ടൈസ് ചെയ്തത്. പ്രഭു ഇപ്പോഴും ജലോപരിതലത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരമാണ് കിട്ടിയത്. നവംബർ 2 രാവിലെ. ഇന്നും ഹിപ്നോട്ടൈസ് ചെയ്തപ്പോൾ പ്രഭു ജലോപരിതല യാത്രയിൽ തന്നെയാണെന്ന വിവരമാണ് പ്രൊഫസർക്ക് ലഭിച്ചത്. ഞങ്ങൾ യാത്ര തുടരുന്നു. നാളെ രാവിലെ ഞങ്ങൾ ബോൾഗോ ചുരത്തിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജോനാഥനും ആർത്തറും ബോട്ട് മാർഗം അവിടെ എത്തിയെന്നോ അവർക്കുണ്ടായ അനുഭവങ്ങൾ എന്താണെന്നോ ഒന്നും അറിയില്ല. അതുപോലെ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഡോക്ടറും ക്വിൻസിയും. അധ്യായം 21. പ്രൊഫസർ വാൻ ഹെൽസിങ്ങിൻ്റെ ഡയറി കുറിപ്പുകൾ. നവംബർ 4. ഡോക്ടർ സെവാർഡിനെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ കുറിപ്പ് എഴുതുന്നത്. ഒരുപക്ഷെ ഇനി ഞങ്ങൾ തമ്മിൽ കണ്ടില്ലെങ്കിലോ? അതുപോലെ ഒരു അപകടത്തിലേക്കാണല്ലോ ഞാനും മീനയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇരുവരുടെയും ഭാവി എന്താവുമെന്ന് ദൈവത്തിന് മാത്രമേ നിശ്ചയമുണ്ടാവൂ. എനിക്ക് ഭയമുണ്ട്. അത് പക്ഷേ എന്നെക്കുറിച്ച് ഓർത്തല്ല, പാവം ഈ പെൺകുട്ടിയെക്കുറിച്ച് ഓർത്തിട്ടാണ്. ജോനാഥൻ വിലക്കിയിട്ടും ഞാൻ നിർബന്ധം പിടിച്ച് കൂട്ടിക്കൊണ്ട് പോരുകയായിരുന്നല്ലോ. പക്ഷേ എൻ്റെ ലക്ഷ്യം വിശുദ്ധമാണ്. അതവളെ അപകടമുക്തയാക്കുകയും സ്വസ്ഥമായ ഒരു ദാമ്പത്യ ജീവിതം ഇനിയെങ്കിലും നയിക്കാൻ അവളെ പ്രാപ്തയാക്കുകയുമെന്നതാണ്. അഥവാ അത് സാധ്യമായില്ലെങ്കിൽ മരണാനന്തര വിശുദ്ധിയെങ്കിലും അവൾക്ക് ലഭ്യമാക്കണം. ഒരു രക്തരക്ഷസാവാൻ അനുവദിച്ചുകൂടാ. നേരം പുലർന്നു വരുന്നു. ചുറ്റും കനത്ത മൂടൽമഞ്ഞ് പരന്നിട്ടുണ്ട്. നെരിപ്പോടിൻ്റെ ചൂടേറ്റാണ് ഞാനിരിക്കുന്നത്. മീനയും അതിനടുത്ത് തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. അവൾ ഗാഠനിദ്രയിലാണ്. എന്തായാലും ദൈവം സഹായിച്ച് അവൾ ഇപ്പോൾ നല്ല ഉന്മേഷവതിയാണ്. ഇന്ന് രാവിലെയാണ് ഞങ്ങൾ ബോൾഗോ ചുരത്തിൽ എത്തിയത്. ഇന്നും രാവിലെ മീനെ ഹിപ്നോട്ടിസത്തിന് വിധേയയാക്കിയെങ്കിലും കാര്യമായ വിവരമൊന്നും കിട്ടിയില്ല. ഇരുട്ട്, വെള്ളം, ഈ 2 വാക്കുകൾ മാത്രമേ അവൾ ഉച്ചരിച്ചുള്ളൂ. ഉണർന്ന് ചുറുചുറുക്കോടെ വണ്ടിയിലിരുന്ന് പുറത്തേക്ക് നോക്കിയിട്ട് അവൾ സന്തോഷത്തോടെ പറഞ്ഞു, ഇത് തന്നെയാണ് വഴി. നാം ശരിയായ വഴിക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത്. അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ ചോദിച്ചു. അപ്പോൾ അവൾ എൻ്റെ മുഖത്തേക്ക് മുഖം ധരിച്ചിട്ട് പറഞ്ഞു, അറിയാൻ എന്താ വിഷമം? ജോനാഥൻ്റെ ഡയറിയിൽ ഈ വഴിയെക്കുറിച്ചുള്ള വിശദമായ വർണ്ണന തന്നെ ഉണ്ടല്ലോ. അതുമാത്രമല്ല, ഇതല്ലാതെ മറ്റൊരു വഴിയും ഇല്ലെന്നും ജോനാഥൻ പറഞ്ഞിട്ടുണ്ട്. കുതിരകൾ കുതിച്ചു പായുകയാണ്. ഞങ്ങളുടെ ഭീതിതമായ ദൗത്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ കുതിപ്പ് വിജയത്തിലേക്കോ പരാജയത്തിലേക്കോ എന്ന ആശങ്കയുണ്ട്. ഇനി ആ തരം ചിന്തകൾക്കൊന്നും പ്രസക്തിയില്ല. പുഴയിലിറങ്ങിയാൽ പിന്നെ അരയറ്റമോ കഴുത്തറ്റമോ എന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഒന്നുകിൽ മുങ്ങി മരിക്കുക, അല്ലെങ്കിൽ നീന്തി കയറുക, അത്ര തന്നെ. ഞങ്ങൾക്ക് ഇരുവർക്കും നന്നായി നീന്താൻ അറിയാം. ഈ അപകടപ്പുഴ ഞങ്ങൾ നീന്തി കടക്കുക തന്നെ ചെയ്യും. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. മീന വീണ്ടും സുഖനിദ്രയിൽ ലയിച്ചു. വൈകുന്നേരമായപ്പോൾ ഹിപ്നോട്ടൈസ് ചെയ്യാനായി ഞാൻ അവളെ വിളിച്ചുണർത്തി. പതിവിന് വിപരീതമായി അവൾ എന്നെ നോക്കി പൊട്ടിച്ചിരിച്ചു. ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിച്ചതുമില്ല. പിന്നീട് ഞാൻ തന്നെ വിറക് സംഭരിച്ച് തീ കത്തിച്ച് ഭക്ഷണം തയ്യാറാക്കി. അവൾ വെറുതെ നോക്കിക്കൊണ്ടിരുന്നതേയുള്ളൂ. സാധാരണ പാചകം ചെയ്യാൻ കാണിക്കുന്ന താല്പര്യമൊന്നും കാണിച്ചില്ല. ഭക്ഷണം തയ്യാറായപ്പോൾ അത് കഴിക്കാനും അവൾ കൂട്ടാക്കിയില്ല. തനിക്ക് തീരെ വിശപ്പില്ലെന്ന് പറഞ്ഞ് അവൾ ഒഴിവായി. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു. അതിനിടയ്ക്ക് പലതവണ അവളെ പ്രേരിപ്പിച്ചെങ്കിലും അവൾ കഴിച്ചില്ല. ഭക്ഷണശേഷം നെരിപ്പോടിനരികിൽ കമ്പിളി വിരിച്ചും പുതച്ചും ഞങ്ങൾ കിടന്നു. ഞാൻ വളരെ വേഗം ഉറങ്ങിപ്പോയി. നവംബർ 5. ഇന്നലെ മുഴുവൻ യാത്ര തന്നെയായിരുന്നു. മീനയാകട്ടെ യാത്രയിലുടനീളം ഉറക്കവുമായിരുന്നു. സംസാരിക്കാൻ ആളില്ലാതെ ബോറടിച്ചിരുന്നപ്പോൾ പലതവണ അവളെ കുലുക്കി വിളിച്ചു ഉണർത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഞരങ്ങിയും മൂളിയും അവൾ ഉറക്കം തുടർന്നു. സൂര്യാസ്തമയത്തിന് തൊട്ടു മുൻപായി ഞങ്ങൾ വലിയൊരു മലയുടെ ഉച്ചിയിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് ഞാൻ ചുറ്റും നോക്കി. അതാ കുറച്ചകലെയായി ജോനാഥൻ വിവരിച്ച ഡ്രാക്കുളക്കോട്ട കാണുന്നു. എത്ര ധൈര്യം സംഭരിച്ചിട്ടും ഉള്ളിൽ ഉണർന്ന ഞെട്ടൽ തടയാൻ കഴിഞ്ഞില്ല. ഉള്ളിൽ കിടുങ്ങുമ്പോഴും ധൈര്യം സംഭരിച്ച് പതറരുത് എന്ന് ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിച്ചു. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് എടുക്കുന്നത് പ്രശ്നമില്ല. ഞങ്ങളുടേത് ഒരു നന്മ പ്രവൃത്തിയായതുകൊണ്ട് ദൈവം തുണയ്ക്കാതിരിക്കില്ല. ഇരുട്ട് പരക്കും മുമ്പ് മീനയെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ ഒരു ശ്രമം കൂടി ഞാൻ നടത്തി. പക്ഷേ അതും വിഫലമായി. ഇന്നും അവൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഒട്ടും വിശപ്പില്ലെന്ന പല്ലവിയാണ് ആവർത്തിച്ചത്. എന്താണ് ഇതിനർത്ഥം? 2 ദിവസമായി അവൾ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട്, എന്നിട്ടും വിശപ്പില്ലെങ്കിൽ എന്തൊക്കെയോ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിച്ച ശേഷം മീന ഇരിക്കുന്നതിന് ചുറ്റുമായി വിശുദ്ധ കുരിശപ്പം കൊണ്ടൊരു വലയം സൃഷ്ടിച്ചു.
പിന്നീട് ഞാൻ നെരിപ്പോടിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് അവളെ അടുത്തേക്ക് വിളിച്ചു. അവൾ എഴുന്നേറ്റ് വരാൻ ശ്രമിച്ചതും ഷോക്കേറ്റതുപോലെ പിന്നോക്കം മാറി. എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് അവൾ അവിടെ തന്നെ ചടഞ്ഞുകൂടിയിരുന്നു. വിശുദ്ധിയുടെ ആ വൃത്തത്തിനുള്ളിൽ അവൾ സുരക്ഷിതയാണെന്ന് ഉറപ്പായി. ഡ്രാക്കുളയുടെ സ്വാധീനമുണ്ടെങ്കിലും ആത്മാവിൽ അവൾ കളങ്കിതയല്ലെന്നും ഉറപ്പായി. നല്ല മഞ്ഞും തണുപ്പുമുണ്ട്. പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു അപൂർവ കാഴ്ച കണ്ടു. മഞ്ഞിൽ എന്തോ രൂപം കൊണ്ടുവരുന്നത് പോലെ. മേഘങ്ങൾ രൂപമാറ്റം നടത്താറില്ലേ, അതുപോലെ ഒരു കാഴ്ച. അല്പം കഴിഞ്ഞപ്പോൾ അതൊരു സ്ത്രീരൂപമായി മാറി. ജോനാഥൻ കണ്ട അതേ രൂപം. വെളുത്തു തൊടുത്ത ഒരു സുന്ദരി, അരുണാഭമായ കവിളുകൾ, ചോരച്ചുണ്ടുകൾ, വെളുത്തു കൂർത്ത പല്ലുകൾ. ജോനാഥനെ അന്ന് ചുംബിക്കാൻ ശ്രമിച്ച സുന്ദരി. ഒന്നല്ല, അവളുടെ പിന്നിൽ വേറെയുമുണ്ട് സുന്ദരി യക്ഷികൾ. അവർ ഞങ്ങളെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അടുത്തേക്ക് വരുന്നില്ല. വരാൻ കഴിയില്ല. കാരണം ഞങ്ങൾ വിശുദ്ധ അപ്പത്തിൻ്റെ സംരക്ഷണയിലാണ്. മീനയ്ക്ക് യാതൊരു പേടിയോ ഭാവമാറ്റമോ കണ്ടില്ല. അവൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ എഴുന്നേറ്റ് വിറകെടുത്ത് നെരിപ്പോടിലിടാൻ തുനിഞ്ഞപ്പോൾ അവൾ എന്നെ തടഞ്ഞു. അരുത്, അങ്ങ് ഇവിടെ നിന്ന് അനങ്ങരുത്. ഇപ്പോൾ അങ്ങയുടെ നില സുരക്ഷിതമാണ്. മീനയുടെ വാക്കുകൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവൾ കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. രക്തയക്ഷികളെ കണ്ടിട്ടാവും കുതിരകൾ വിളറിയെടുത്തു. അപ്പോൾ ഞാൻ പരീക്ഷണാർത്ഥം മീനയോട് പറഞ്ഞു, എൻ്റെ കാര്യം സാരമില്ല. നിൻ്റെ അവസ്ഥ ഓർത്താണ് എനിക്കിപ്പോൾ ഏറെ പേടി. അങ്ങൊട്ടും പേടിക്കേണ്ട, ഞാനിവിടെ സുരക്ഷിതയാണല്ലോ. എനിക്ക് സമാധാനമായി. അവളെ സംരക്ഷിക്കാൻ അവൾക്കറിയാമല്ലോ. ആ മതാലസകൾ ആടിക്കുഴഞ്ഞ് അടുത്തെത്തി. അവരിലൊരുവൾ മീനയെ ക്ഷണിച്ചു. വരൂ, ഞങ്ങളുടെ അടുത്തേക്ക് വരൂ. നീയും ഞങ്ങളെപ്പോലെ ഒരു പെണ്ണല്ലേ, വരൂ, നമുക്കിവിടെയൊക്കെ ഉല്ലസിച്ച് നടക്കാം. മീന ശബ്ദിച്ചില്ല. അവളുടെ കണ്ണുകൾ ഭയം പെരുത്തു നിന്നു. അവളും ഇപ്പോൾ ജോനാഥൻ്റെ അനുഭവം ഓർക്കുകയാവും. എനിക്ക് ഏറെ ആശ്വാസം തോന്നിയത് മീന ഇപ്പോഴും അവൻ്റെ നിയന്ത്രണത്തിലായിട്ടില്ല എന്നതാണ്. ആയിരുന്നെങ്കിൽ അവളിപ്പോൾ ആ യക്ഷികൾക്കൊപ്പം പോകുമായിരുന്നു. അവറ്റ കുറേ നേരം ചുറ്റിപ്പറ്റി നിന്നിട്ട് ഞങ്ങളെ പിടികൂടാനാവില്ലെന്ന് ബോധ്യമായപ്പോൾ മഞ്ഞിലേക്ക് തന്നെ മറഞ്ഞു. കുതിരകളുടെ ശബ്ദവും പിന്നെ കേട്ടില്ല. ഏതായാലും ശേഷിച്ച രാത്രി ഉറങ്ങാതെ കഴിച്ചു. നേരം പുലർന്നപ്പോൾ മീന നല്ല ഉറക്കമായിരുന്നു. നവംബർ 5 വൈകുന്നേരം. ആ ശപിക്കപ്പെട്ട കോട്ടയിലേക്ക് മീനയെ കൂട്ടിക്കൊണ്ട് പോകണ്ട എന്നായിരുന്നു എൻ്റെ തീരുമാനം. അവളെ ഇപ്പോൾ തങ്ങുന്ന സ്ഥലത്ത് കുരിശപ്പത്തിൻ്റെ സംരക്ഷണയിലിരുത്തിയിട്ട് ഞാൻ തനിച്ചു പോകാനാണ് എൻ്റെ തീരുമാനം. അതനുസരിച്ച് ഞാൻ കോട്ടയിലേക്ക് തിരിച്ചു. ജോനാഥൻ്റെ ഡയറിക്കുറിപ്പിലെ സൂചനയെ പിന്തുടർന്ന് ഞാൻ പള്ളിമുറ്റത്ത് എത്തിച്ചേർന്നു. കോട്ടയുടെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. അവ വീണ്ടും അടയാതിരിക്കാൻ ഞാൻ വാതിലുകളുടെ വിജാഗിരികൾ അടിച്ചു തകർത്തു. അകത്ത് കടന്ന് കുറെ തിരഞ്ഞപ്പോൾ ഒരു ശവപ്പെട്ടി കണ്ടു. അതിൽ ഒരു മാദകത്തിടമ്പ് ഉറങ്ങിക്കിടക്കും പോലെ കിടക്കുന്നുണ്ടായിരുന്നു. അവളുടെ കഴുത്ത് ഞാൻ മുറിച്ച് ശിരസ് മാറ്റിവെച്ചു. ഹൃദയഭാഗത്ത് കുന്തം അടിച്ചു കയറ്റി. അതിനു മുകളിൽ വിശുദ്ധ കുരിശപ്പം വച്ച് മൂടി പഴയതുപോലെ അടച്ചു. അല്പം കൂടി ചെന്നപ്പോൾ മറ്റൊരു പെട്ടി കണ്ടു. അതിലും ഒരുവൾ കിടക്കുന്നുണ്ടായിരുന്നു. അവൾക്കും അതേ രീതിയിൽ മോക്ഷം കൊടുത്തു. മൂന്നാമത് കണ്ട പെട്ടി കുറെ കൂടി ആർഭാടമായി അലങ്കരിച്ച നിലയിലായിരുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ ഞാൻ തന്നെ മോഹിച്ചുപോയി. അത്ര മാദക സൗന്ദര്യമുള്ള ഒരുവൾ ആയിരുന്നു അതിനുള്ളിൽ ശയിച്ചിരുന്നത്. അവളോടും പക്ഷഭേദം കാണിച്ചില്ല. സ്നേഹപൂർവ്വം അവൾക്കും മോക്ഷം കൊടുത്തു. പിന്നെയും കുറേ നേരം തിരിഞ്ഞെങ്കിലും മറ്റു പെട്ടികളൊന്നും കണ്ടില്ല. ഇന്നലെ ഞങ്ങൾ കണ്ട ആ 3 സുന്ദരികളാണവർ എന്നും ഞാൻ ഊഹിച്ചു. തിരികെ പോരാമെന്ന് കരുതുമ്പോഴാണ് മറ്റൊരു ഭാഗത്ത് വലിയൊരു പെട്ടിയിരിക്കുന്നത് കണ്ടത്. അതിൻ്റെ മൂടിയിൽ ഡ്രാക്കുള പ്രഭു എന്ന് ആലേഖനം ചെയ്തിരുന്നു. ചെറിയൊരു ഉൾക്കടലത്തോടെയാണെങ്കിലും ഞാൻ അത് തുറന്നു നോക്കി. അത് ശൂന്യമായിരുന്നു. അതിനുള്ളിലും വിശുദ്ധ കുരിശപ്പം തൂകി മൂടി അടച്ചു. ഇനി ഇവിടെ എത്തിയാലും അവന് ഇതിൽ ഉറങ്ങാനാവില്ല. പിന്നീട് ഞാൻ എല്ലാ വാതിലുകളിലും ജനലുകളിലും കുരിശപ്പം വിതറിയിട്ടു. ഇനി ഒരിക്കലും അവന് ഈ കോട്ടയിൽ പ്രവേശിക്കാനേ സാധ്യമല്ല. അല്ലെങ്കിലും അതിന് അവനെ ഞങ്ങൾ വിട്ടയക്കുകയുമില്ലല്ലോ. തുടർന്ന് അതിവേഗം ഞാൻ മീനയുടെ അടുത്തെത്തി. അവൾ ശാന്തമായി ഉറങ്ങുന്നു. എൻ്റെ ശബ്ദം കേട്ട് അവൾ ഉണർന്നു. അവളെയും കൂട്ടി ഞാൻ ജോനാഥനും കൂട്ടനും വരാനിടയുള്ള സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. അധ്യായം 22. മീനയുടെ ഡയറി. നവംബർ 6. ഞാനും പ്രൊഫസറും കൂടി വളരെ പ്രതീക്ഷയോടെയാണ് കിഴക്ക് ദിക്കിലേക്ക് യാത്ര തിരിച്ചത്. ജോനാഥൻ ആ വഴിക്കാണ് വരിക. 4 ഭാഗത്തുനിന്നും ചെന്നായ്ക്കളുടെ ഭീകരമായ അലർച്ച കേൾക്കുന്നുണ്ട്. അവിടെ ഒരു ഉയർന്ന മല കണ്ടപ്പോൾ എന്നെ താഴെയുള്ള ഒരു ഗുഹയിൽ ഇരുത്തിയിട്ട് പ്രൊഫസർ കുന്നിൻ മുകളിൽ കയറി ദൂരദർശിനിയിലൂടെ നോക്കി. പെട്ടെന്ന് അദ്ദേഹം താഴേക്ക് ഇറങ്ങിക്കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, മീന, ദേ അവർ വരുന്നുണ്ട്. അത് കേട്ട് ഞാനും ആവേശത്തോടെ പാറപ്പുറത്തുകൂടി ഓടിക്കയറി ചെന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ദൂരദർശിനി വാങ്ങി അതിനുള്ളിലൂടെ നോക്കി. ശരിയാണ്, അതൊരു കുതിരവണ്ടിയാണ്. പക്ഷേ കുറേ ജിപ്സികളാണ് അത് ഓടിക്കുന്നത്. അതിനുള്ളിൽ ഒരു കറുത്ത പെട്ടിയുമുണ്ട്. പ്രൊഫസർ കരുതിയതുപോലെ അത് ഞങ്ങളുടെ ആളുകളല്ല. ആ പെട്ടിയിൽ അവനാണെങ്കിൽ ദൈവമേ, ഞങ്ങളുടെ കഥ കഴിഞ്ഞത് തന്നെ. അങ്ങനെ ആലോചിച്ച് ഭയന്ന് നിൽക്കുമ്പോൾ മറ്റൊരു ഭാഗത്തുനിന്നും 2 കുതിരസവാരിക്കാർ പറന്നു വരുന്നതും ഞങ്ങൾ കണ്ടു. അത് കിൻസിയും സെവാർഡുമാണ്. ദൈവം നമ്മെ രക്ഷിച്ചു. ഞാൻ പ്രൊഫസറോട് പറഞ്ഞിട്ട് ദൂരദർശിനിയിലൂടെ 4 ഭാഗത്തേക്ക് നോക്കി. അപ്പോൾ വടക്ക് ഭാഗത്തു നിന്നും 2 പേർ കുതിരപ്പുറത്ത് പാഞ്ഞെടുക്കുന്നത് കണ്ടു. അതിലൊന്ന് എൻ്റെ പ്രിയപ്പെട്ട ജോനാഥനാണ്. എത്ര അകലെ നിന്ന് കണ്ടാലും എനിക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാം. ഒപ്പമുള്ളത്
തീർച്ചയായും ആർത്തർ തന്നെ. അവരും ലക്ഷ്യം വച്ചിരിക്കുന്നത് ജിപ്സികൾ ഓടിക്കുന്ന അതേ കുതിരവണ്ടിയാണെന്നും മനസ്സിലായി. അത് നോക്കിക്കൊണ്ട് പ്രൊഫസർ പറഞ്ഞു, ജിപ്സികളുമായി യുദ്ധം തന്നെ വേണ്ടി വരുമെന്ന് തോന്നുന്നു. സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുകയാണ്. ചെന്നായ്ക്കളുടെ ബഹളം വർദ്ധിച്ചു വരുന്നു. കഠിനമായ മൂടൽമഞ്ഞും കാറ്റും അന്തരീക്ഷത്തെ ഭീതിതമാക്കി. ഇതൊക്കെ അവൻ്റെ വിദ്യകളാണ്. ആ കുതിരവണ്ടി കോട്ടയെ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫസറും ഞാനും തോക്കുകളും പിടിച്ച് കാത്തുനിന്നു. നിൽക്കവിടെ. അതൊരാജ്ഞയായിരുന്നു. ഉറച്ച ശബ്ദത്തിലുള്ള ആ ഉത്തരവ് പുറപ്പെട്ടത് ജോനാഥനിൽ നിന്നായിരുന്നു. ഒപ്പം അതേ വാക്ക് ആവർത്തിച്ചുകൊണ്ട് ക്വിൻസി മുന്നോട്ടെടുത്തു. ജിപ്സികൾ ഒന്ന് അമ്പരന്ന് കാണും. അവർ വണ്ടി നിർത്തി. ജോനാഥനും ക്വിൻസിയും സെവാർഡും ആർത്തറും ഇരുഭാഗത്തു നിന്നുമായി വണ്ടിയുടെ നേർക്ക് കുതിച്ചെത്തി. പെട്ടെന്ന് ജിപ്സികളുടെ നേതാവ് വണ്ടി മുന്നോട്ടെടുക്കാൻ നിർദ്ദേശം കൊടുത്തു. അനങ്ങിപ്പോകരുത്, ചുട്ടുകളയും എന്ന് ആക്രോശിച്ചുകൊണ്ട് അവർ 4 പേരും തോക്ക് ചൂണ്ടിക്കൊണ്ട് മുന്നോട്ട് ചെന്നു. പ്രൊഫസറും തോക്ക് അവരുടെ നേർക്ക് ചൂണ്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ഞാനും അത് തന്നെ ചെയ്തു. ജോനാഥനും ക്വിൻസിയും ആർത്തറും സെവാർഡും കൂടി ഒരുമിച്ച് ആ നശിച്ച പെട്ടിയെ ലക്ഷ്യമാക്കി ഓടിയെടുത്തു. ഉടനെ ജിപ്സികൾ പെട്ടിക്ക് ചുറ്റും വലയം തീർത്തുകൊണ്ട് നിലയുറപ്പിച്ചു. അതൊന്നും കാര്യമാക്കാതെ അവരെ തള്ളി മാറ്റിക്കൊണ്ട് ആ പെട്ടി തള്ളി താഴേക്കിട്ടു. ഇതിനിടയിൽ ജിപ്സികളും ആർത്തറും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ടായിരുന്നു. ക്വിൻസിയും അതുതന്നെയാണ് ചെയ്തിരുന്നത്. ഒരു ജിപ്സി ക്വിൻസിയെ കഠാര കൊണ്ട് കുത്തിയവനെ വെടിവെച്ച് താഴെയിട്ടിട്ട് മുറിവ് പൊത്തിപ്പിടിച്ചുകൊണ്ട് ധീരനായ ക്വിൻസി മറ്റുള്ളവർക്കൊപ്പം ചേർന്നു. ജോനാഥൻ ഗർജിച്ചുകൊണ്ട് പെട്ടിയുടെ മൂടി കുത്തി തുറന്ന് മലർത്തിയിട്ടു. തുറന്ന പെട്ടിക്കുള്ളിൽ ആ നശിച്ച പ്രഭു നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് പൈശാചികത കത്തി നിന്നു. അസ്തമിക്കുന്ന സൂര്യന് നേരെ ചെരിഞ്ഞ് പെട്ടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണെന്ന് കണ്ട് ജോനാഥൻ തൻ്റെ കഠാര അവൻ്റെ കഴുത്തിലൂടെ കുത്തിയിറക്കി. ആ നിമിഷം തന്നെ ക്വിൻസിയുടെ കഠാര അവൻ്റെ ഹൃദയത്തിലും പാഞ്ഞു കയറി. നിമിഷങ്ങൾക്കകം ആ ശരീരം ഒരു പിടി മണ്ണായി മാറി. ഇത് കണ്ട് അതുവരെയും പൊരുതി നിന്ന ജിപ്സികൾ ഭയന്നോടി. അവർ കരുതിയത് തങ്ങൾ ഏതോ അമാനുഷിക ശക്തിയുള്ളവരായിരിക്കുമെന്നാവും. അങ്ങനെ നൂറ്റാണ്ടുകളായി ഇരുട്ടിൻ്റെ ചക്രവർത്തിയായി രക്തരക്ഷസായി വിരാജിച്ചിരുന്ന അതിശക്തനായ ഡ്രാക്കുള വെറും ഒരു പിടി മണ്ണായി മാറി. പ്രൊഫസർ ആശ്വാസത്തോടെ പറഞ്ഞു. അങ്ങനെ ആ ഇരുണ്ട അധ്യായം അവസാനിച്ചു. അവനും മോക്ഷം കിട്ടി. ഇനി ലോകം രക്തരക്ഷസുകളുടെ ദുരാക്രമണം ഭയക്കേണ്ടതില്ല. ദൈവത്തിന് സ്തുതി. ഈ സമയം രക്തവാർച്ച മൂലം അവശനായ ക്വിൻസി തളർന്നു വീണു. ആ കിടപ്പിൽ എല്ലാവരെയും, പ്രത്യേകിച്ച് എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ എൻ്റെ ജീവിതം സഫലമായി. എൻ്റെ കടമ ഞാൻ നിർവഹിച്ചു. നോക്കൂ, മേനയുടെ നെറ്റിത്തടത്തിലെ ആ കല മാഞ്ഞിരിക്കുന്നു. എനിക്കിനി സന്തോഷമായി മരിക്കാം. ഇത്രയും പറഞ്ഞതും ക്വിൻസിയുടെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. എല്ലാ നിയന്ത്രണവും മറ്റു ഞാൻ ആ പുണ്യാത്മാവിൻ്റെ അടുത്തിരുന്ന് വിലപിച്ചു. ഞങ്ങൾ യുദ്ധത്തിൽ ജയിച്ചു. പക്ഷേ അതിന് വൻ വില കൊടുക്കേണ്ടി വന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവൻ്റെ ജീവൻ. പ്രൊഫസറും ഡോക്ടറും ജോനാഥനും ആർത്തറും ക്വിൻസിയുടെ വേർപാടിൽ ഉള്ളിൽ കരയുകയായിരുന്നു. പുരുഷന്മാരായതുകൊണ്ട് എന്നെപ്പോലെ ഉറക്കെ കരഞ്ഞില്ലെന്ന് മാത്രം. ജോനാഥൻ്റെ പിൻകുറിപ്പ്. 7 വർഷങ്ങൾക്കപ്പുറം തിക്തവും രൂക്ഷവുമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ് ഞങ്ങൾ. അതിനുശേഷം ഇന്ന് വളരെ ആഹ്ലാദകരമായ ഒരു ജീവിതമാണ് ഞങ്ങൾ നയിച്ചു പോരുന്നത്. അന്ന് ഞങ്ങൾ അനുഭവിച്ച കൊടിയ ദുഃഖത്തിൻ്റെ പ്രതിഫലമോ പരിഹാരമോ ആയിരിക്കാം ഇത്. ക്വിൻസി മോറിസിൻ്റെ ചരമദിനവും പിന്നീട് ഞങ്ങൾക്ക് ജനിച്ച മകൻ്റെ ജന്മദിനവും ഒന്നായത് യാദൃശ്ചികമാകാം. പക്ഷേ ഞാനും മീനയും കരുതുന്നത് ഞങ്ങളുടെ മകൻ്റെ ഒരു സുഹൃതമാണ് അതെന്നാണ്. ഇക്കൊല്ലം ശരത്കാലത്ത് ഞങ്ങൾ ടൂർ പോയത് ട്രാൻസിൽവാനിയയിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ പണ്ട് അവിടെ വച്ചുണ്ടായ ഭീകരാനുഭവങ്ങളൊന്നും യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ എന്നുപോലും ഞങ്ങൾ സംശയിച്ചു. ഡ്രാക്കുള കോട്ട പഴയ ഭീകരഗാംഭീര്യത്തോടെ നിലനിൽക്കുന്നു. ഒരു സിനിമയിലെന്നോണം ഞങ്ങൾ പഴയ അനുഭവങ്ങൾ ഹൃദയത്തിലൂടെ സീൻ ബൈ സീനായി വന്നുകൊണ്ടിരുന്നു. പക്ഷേ യാതൊരു പ്രത്യേക വികാരവുമില്ലാതെ അതെല്ലാം ഓർമ്മിക്കാൻ കഴിഞ്ഞു. ആർത്തർ വിവാഹിതനായി. ഡോക്ടർ സെവാർഡും ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തു. ഇരുവരും സന്തോഷമായി കഴിയുന്നു. ഒരു ദിവസം ഞങ്ങളെ കാണാനെത്തിയ പ്രൊഫസർ വാൻ ഹെൽസിംഗ് ഞങ്ങളുടെ മകനെ എടുത്ത് മടിയിലിരുത്തിക്കൊണ്ട് പറഞ്ഞു, നമ്മുടെ ഭീകരാനുഭവങ്ങൾക്ക് ആധികാരികത ലഭിക്കാൻ നമ്മുടെ പഴയ കുറിപ്പുകളൊന്നും ആവശ്യമില്ല. ഈ കുഞ്ഞുമോൻ ഒരിക്കൽ തിരിച്ചറിയും അവൻ്റെ അമ്മ എത്ര ധീരയും സ്നേഹസമ്പന്നയുമാണെന്ന്. അത് മതി, അത് മാത്രം മതി. ഞങ്ങൾ ഹൃദയം കൊണ്ട് ആ മഹാത്മാവിനെ നമസ്കരിച്ചു. അദ്ദേഹം ഞങ്ങളുടെ മകനെ ലാളിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കഥ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും തരണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. ഇനി മറ്റൊരു കഥയുമായി ഞാൻ വരും വരേക്കും നിങ്ങൾക്കെല്ലാവർക്കും വിടാം.